Hello friends. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മൂൺ നൈറ്റിന്റെ എപ്പിസോഡ് 5 ആണ്. ഇന്നത്തെ എപ്പിസോഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു വല്ലാത്ത എപ്പിസോഡാണ്. ഇത് പലരും മനസ്സിലാക്കിയിരിക്കുന്നത് പല തരത്തിലാണ്. അതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ മനസ്സിലാക്കിയതുപോലെയാണ് ഈ എപ്പിസോഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ പ്രതീക്ഷിക്കാത്ത കുറെ കാര്യങ്ങളുണ്ടാവും, മനസ്സിലാവാത്ത കുറെ കാര്യങ്ങളുണ്ടാവും. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഇന്നത്തെ എപ്പിസോഡ് വളരെ വളരെ ഇമോഷണലാണ്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. എന്റെ അഭിപ്രായത്തിൽ മൂൺ നൈറ്റിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എപ്പിസോഡ് ഇന്നത്തെയാണ്. ഇതുവരെ കണ്ട കഥയിലെ ഭൂരിഭാഗം രഹസ്യങ്ങളും ഇന്നത്തെ എപ്പിസോഡിൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ കൺഫ്യൂസിംഗ് ആയതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ആ സീൻ വന്ന് ഉടനെ എക്സ്പ്ലെയിൻ ചെയ്യാതെ വീഡിയോയുടെ എൻഡിലായിരിക്കും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായിരിക്കും മനസ്സിലാക്കാനും എളുപ്പം. നിങ്ങൾ കഥയുടെ കൂടെ പോവുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഞാൻ വീണ്ടും പറയുന്നു, ഇന്നത്തെ എപ്പിസോഡിലെ ഓരോ ഡയലോഗും അത് ആര് പറയുന്നു, എങ്ങനെ പറയുന്നു എന്നത് പോലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ ശ്രദ്ധിച്ചു വേണം ഇന്നത്തെ എപ്പിസോഡിലെ എല്ലാ കാര്യങ്ങളും കാണാൻ. ഈ എപ്പിസോഡിലെ എക്സ്പ്ലനേഷനിൽ ഇതിലെ കാര്യങ്ങൾ മാത്രമല്ല പറയുന്നത്, കുറെ പറയാനുണ്ട്. അതുകൊണ്ട് ഇതൊരൊറ്റ പാർട്ടിൽ ഒതുക്കാൻ പറ്റില്ല. ടൈം 1 മണിക്കൂറിലും വളരെയധികം നീണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ എപ്പിസോഡിന്റെ എക്സ്പ്ലനേഷൻ ആദ്യത്തെ പാർട്ടിൽ നിന്നും അടുത്ത പാർട്ട് അടുത്ത ആഴ്ചയുമായിരിക്കും ഇടുക. ചുമ പറഞ്ഞാണ് അടുത്ത പാർട്ട് നാളെ തന്നെ ഇടും. അതിനു മുന്നേ കഴിഞ്ഞ എപ്പിസോഡിൽ എന്താ നടന്നെന്ന് നോക്കാം. രാത്രിയിൽ ആകാശത്തിനെ പിന്നിലേക്ക് തിരിച്ചതിന്റെ പേരിൽ ദൈവങ്ങൾ ഖോൻഷുവിനെ കല്ലിലടച്ചു. ബോധം കെട്ടു വീണ സ്റ്റീവനെ എഴുന്നേപ്പിക്കാൻ ശ്രമിക്കുന്ന ലൈല അതിന്റെ ഇടയ്ക്ക് മരുഭൂമിയിലേക്ക് വന്ന മിസ്റ്റർ ഹാരോയുടെ ആൾക്കാരെ പറ്റിച്ച് അവിടുന്ന് സ്റ്റീവന്റെ കൂടെ പോകുന്നു. ഇവരുടെ കൈ കിട്ടിയിരിക്കുന്ന അമിത്തിന്റെ ലൊക്കേഷനിലേക്കാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. മാർക്ക് സ്റ്റീവനോട് പലവട്ടം ബോഡി വിട്ടുതരാൻ പറയുന്നുണ്ടെങ്കിലും സ്റ്റീവൻ സമ്മതിക്കുന്നില്ല. സ്റ്റീവനാണെങ്കിൽ ലൈലയോട് ഒടുക്കത്തെ ക്രഷ്. മാർക്കും സ്റ്റീവനും തമ്മിലുള്ള ഈ കാര്യങ്ങൾ ലൈലയോട് പറയാത്തതുകൊണ്ട് അവൾക്ക് മാർക്കിനോട് നല്ല ദേഷ്യമുണ്ട്. അമിത്തിന്റെ ലൊക്കേഷനിലെത്തിയ അവർ ഹാരോയും ആൾക്കാരും നേരത്തെ തന്നെ അവിടെ എത്തിയെന്ന് മനസ്സിലാക്കുന്നു. കൈ കിട്ടിയ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് അവർ നേരെ ഉള്ളിലേക്ക് കയറി. അവിടെ വെച്ച് മാർക്കും സ്റ്റീവനും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ബോഡി മാർക്കിന് കൊടുത്തില്ലെങ്കിൽ ഈ മിഷനിൽ ഇവർ തോറ്റുപോകാൻ ചാൻസ് ഉണ്ടെന്നാണ് മാർക്ക് പറയുന്നത്. പക്ഷെ സ്റ്റീവൻ സമ്മതിക്കുന്നില്ല. തന്റെ ഭാര്യയായിട്ടുള്ള ലൈലയോട് സ്റ്റീവൻ ഒരു ഇഷ്ടമുണ്ടെന്ന് മാർക്കിന് മനസ്സിലായി. അത് മാർക്കിന് ഇഷ്ടപ്പെട്ടില്ല. സ്റ്റീവനോട് ലൈലയെ ആ കണ്ണിക്കൂടെ നോക്കരുതെന്ന് മാർക്ക് ഒരു ഭീഷണി പോലെ പറയുന്നുണ്ട്. പക്ഷെ ഓൾറെഡി വന്നുപോയ ക്രഷ് മാറ്റാൻ സ്റ്റീവനെ കൊണ്ട് പറ്റുന്നുമില്ല. സ്റ്റീവന്റെ മേൽ നിന്ന് മാർക്കിന്റെ സ്മെല്ല് കിട്ടിയപ്പോ ലൈലയ്ക്ക് അവനെ കിസ് ചെയ്യണമെന്ന് തോന്നി. പക്ഷെ ആ സമയത്ത് സ്റ്റീവൻ എന്തുകൊണ്ടാണ് മാർക്ക് ലൈലയെ മാറ്റി നിർത്തുന്നതെന്നുള്ള സത്യം അവളോട് പറയുവാണ്. അത് കഴിഞ്ഞ് സ്റ്റീവൻ അവളെ കിസ് ചെയ്യുന്നു. ഇത് ഇഷ്ടപ്പെടാത്ത മാർക്ക് ഇടയ്ക്ക് പുറത്തേക്ക് വന്ന് സ്റ്റീവന്റെ മോന്തക്കിട്ട് ഒരു ഇടിയും കൊടുക്കുന്നുണ്ട്. അവർ രണ്ടുപേരും ആ ടൂമിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി. ഇവിടെ വെച്ച് ലൈല അവളുടെ മരിച്ചുപോയ അച്ഛനെ ഭയങ്കരമായിട്ട് ഓർക്കുന്നുണ്ട്. അവർ പിന്നെ കയറി ചെല്ലുന്നത് ഒരു പസിൽ പോലെയുള്ള സ്ഥലത്തേക്കാണ്. ഐ ഓഫ് ഹോറസ് അല്ലെങ്കിൽ ഹോറസിന്റെ കണ്ണിന്റെ ഷേപ്പിലാണ് ഈ സ്ഥലം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിൽ 6 വഴികളുണ്ട്. കറക്റ്റായ വഴി കൂടെ പോയാൽ മാത്രമേ അവർ കമിത്തിനെ പൂട്ടി വെച്ചിരിക്കുന്ന ശവക്കല്ലറ കണ്ടെത്താൻ പറ്റൂ. സ്റ്റീവൻ ഈ കാര്യങ്ങളിൽ അറിവുള്ളതുകൊണ്ട് അവൻ ഐ ഓഫ് ഹോറസിലെ നാക്കിന്റെ ദിശയിൽ പോവുകയാണ്. അവിടെ അവരെന്തോ ബലി നടന്നതുപോലെ രക്തവും മറ്റു കാര്യങ്ങളും ഒക്കെ കാണുന്നുണ്ട്. ആക്ച്വലി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാലാകാലങ്ങളായിട്ട് ഈ ടൂം സംരക്ഷിക്കുന്ന ഹെക്ക പ്രീസ്റ്റുകളാണ്. ഹാരോയുടെ ഒരാളെ ഹെക്ക പ്രീസ്റ്റ് അങ്ങോട്ട് പിടിച്ചുകൊണ്ടുവന്ന് കൊന്നു കഴിഞ്ഞിട്ട് അയാളുടെ അവയവങ്ങളൊക്കെ എടുത്ത് ഒരു ജാറിലാക്കി വെക്കുന്നുണ്ട്. അയാൾ ലൈലയും മാർക്കിനെയും കാണുന്നു. ഒരു ഹെക്ക പ്രീസ്റ്റിന്റെ കയ്യിൽ നിന്ന് അവർ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ലൈല ഒരു വലിയ ഗർത്തം മറികടക്കാൻ ശ്രമിക്കുമ്പോൾ അവളെ വീണ്ടും ഒരു ഹെക്ക പ്രീസ്റ്റ് വന്ന് പിടിക്കുവാണ്. ലൈല ഒരു വിധത്തിൽ ഒരു ഫ്ലെയർ എടുത്തതിന്റെ കണ്ണി കുത്തിവെച്ച് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. ഈ സമയത്ത് ഹാരോ വന്ന് അവളുടെ അച്ഛന്റെ മരണത്തിൽ മാർക്കിനുള്ള പങ്കിനെ പറ്റി അവളോട് സ്വയം അറിയാൻ വേണ്ടി പറയുവാണ്. ഇത് ലൈലയെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചു. ഈ സമയത്ത് സ്റ്റീവനും മാർക്കും കൂടി അമിത്തിനെ പൂട്ടിവെച്ചിരിക്കുന്ന കല്ലറ കണ്ടെത്തി. സ്റ്റീവനും ലൈലയും 2 വഴിക്കാണ് പോയത്. കല്ലറ കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോഴാണ് സ്റ്റീവൻ മനസ്സിലാവുന്നത് കാലാകാലങ്ങൾക്ക് മുന്നേ കാണാതെ പോയ അലക്സാണ്ടർ ദി ഗ്രേറ്റ് എന്ന് പറയുന്ന രാജാവിന്റെ കല്ലറയാണിത്. അതായത് അമിത്തിന്റെ അവസാനത്തെ അവതാരം അലക്സാണ്ടർ ആയിരുന്നു. സ്റ്റീവൻ പേടിയോടെ ആ ശവക്കല്ലറ തുറക്കുന്നുണ്ട്. അതിൽ മമ്മിയാക്കി വെച്ചിരിക്കുന്ന അലക്സാണ്ടറിന്റെ ഡെഡ് ബോഡിയുടെ തൊണ്ടയിൽ നിന്ന് അവൻ അമിത്തിന്റെ ഉഷാബ്ദി കിട്ടി. ഈ സമയത്ത് അങ്ങോട്ട് വരുന്ന ലൈലയും മാർക്കും തമ്മിൽ ചെറിയ തർക്കം ഉണ്ടാവുന്നുണ്ട്. അവളുടെ അച്ഛന്റെ മരണവും മാർക്കും തമ്മിലുള്ള ബന്ധമാണ് ലൈലയ്ക്ക് അറിയേണ്ടത്. അങ്ങനെ തർക്കിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഹാരോയും ആൾക്കാരും അങ്ങോട്ട് എത്തുന്നത്. ലൈല അവിടെ പോയി ഒളിക്കുന്നുണ്ട്. പക്ഷെ മാർക്ക് അവരെ നേരിടാൻ തീരുമാനിക്കുന്നു. ഹാരോ ഉഷാബ്ദി തന്ന് പ്രശ്നമൊക്കെ തീർക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും മാർക്ക് അതിന് സമ്മതിക്കുന്നില്ല. അവൻ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഹാരോ പെട്ടെന്ന് തോക്കെടുത്ത് മാർക്കിന്റെ ഹൃദയത്തിലേക്ക് തന്നെ 2 വെടിവെക്കുകയാണ്. ലൈല മിണ്ടാൻ പോലും പറ്റാതെ അവിടെ ഇരിക്കുകയാണ്. മാർക്ക് താഴെയുള്ള വെള്ളത്തിലേക്ക് വീഴുവാണ്. പിന്നെ അവൻ കണ്ണു തുറക്കുന്നത് ഒരു മെന്റൽ ഹോസ്പിറ്റലിലാണ്. മാർക്കിന് ഓർമ്മയുള്ള ഒരുപാട് ആളുകളും ഒരുപാട് വസ്തുക്കളും ഒക്കെ അവന്റെ ചുറ്റും ആ മെന്റൽ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. അവിടുത്തെ മെയിൻ ഡോക്ടറായിരുന്നു ഡോക്ടർ ആർതർ ഹാരോ. അവിടുത്തെ ഒരു മെന്റൽ പേഷ്യന്റ് ആണ് നമ്മുടെ മാർക്ക് സ്പെക്ടർ. ഇത്രയും നാൾ കണ്ടുകൊണ്ടിരുന്നതൊക്കെ, അതായത് ഖോൻഷുവും മൂൺ നൈറ്റും അമിത്തും മുഷാബ്ദിയും ഒക്കെ മാനസിക രോഗിയായ മാർക്കിന്റെ വെറും ഫേക്ക് ആയിട്ടുള്ള ഇമാജിനേഷൻ മാത്രമാണെന്ന് ഡോക്ടർ ഹാരോ അവനോട് പറയുന്നു. പക്ഷെ അത് അംഗീകരിക്കാൻ പറ്റാത്ത മാർക്ക് അവിടെ എഴുന്നേറ്റ് ഓടാൻ തുടങ്ങി. ഒരു ഇടവഴി വെച്ച് അവന് റൂമിന്റെ ഉള്ളിലേക്ക് കയറി. അവിടെ ഒരു കല്ലറയുടെ ഉള്ളിൽ നിന്ന് സ്റ്റീവൻ പുറത്തേക്ക് വരുവാണ്. വേറൊരു കല്ലറയുടെ ഉള്ളിൽ നിന്നും ചില ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ആരോ പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്നു. പക്ഷെ മാർക്കും സ്റ്റീവനും അത് മൈൻഡ് ചെയ്യുന്നില്ല. അവസാനമായിട്ട് 2 പേർക്കും വെടികൊണ്ട് താഴെ വീണ കാര്യം അവർക്ക് 2 പേർക്കും ഓർമ്മയുണ്ട്. 2 പേരും കൂടി ഹോസ്പിറ്റലിന്റെ ഇടനാഴി കൂടെ നടക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് അവരുടെ മുന്നിലേക്ക് ഹായ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹിപ്പോപ്പൊട്ടാമസ് കയറി വരുന്നത്. അതും ഒരു ദേവതയെ പോലെ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട്. മാർക്കും സ്റ്റീവനും പേടിച്ചലറാൻ തുടങ്ങി. അങ്ങനെയാണ് കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചത്. എന്താണ് റിയൽ, എന്താണ് ഫേക്ക്, എന്താണ് റിയാലിറ്റി, എന്താണ് ഇമാജിനേഷൻ, ഇതൊന്നും അവർക്കും മനസ്സിലാവുന്നില്ല, നമ്മൾക്കും മനസ്സിലാവുന്നില്ല. ഇനി ഇന്നത്തെ എപ്പിസോഡിൽ എന്തെങ്കിലും മനസ്സിലാവുമെന്ന് ചോദിച്ചാൽ അത് കണ്ടു കഴിഞ്ഞാലേ പറയാൻ പറ്റൂ. അപ്പോൾ സമയം കളയാതെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കാം. എന്റെ പേര് അമിത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂവി എക്സ്പ്ലെയിനർ.
എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ഏതോ ഒരു കുട്ടി രക്ഷിക്കാൻ വേണ്ടി കരയുന്നത് കേൾപ്പിച്ചുകൊണ്ടാണ്. ഒരു ഗുഹ പോലെയാണ് തോന്നുന്നത്. പെട്ടെന്ന് സീൻ ചേഞ്ച് ആവുന്നു. ഏതോ ഒരു സ്ത്രീയെ കാണിക്കുന്നു. അവർ വളരെ ദേഷ്യത്തോടെ ഒരേ ഒരു കാര്യമാണ് പറയുന്നത്, ഇതിനൊക്കെ കാരണം നീയാ, ഇതൊക്കെ നിന്റെ തെറ്റാ. പെട്ടെന്ന് വീണ്ടും സീൻ ചേഞ്ച് ആവുന്നു. ഇപ്പോഴേ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട ഹിപ്പോപ്പൊട്ടാമസ് അലറിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട പോലെ തന്നെ ഹിപ്പോപ്പൊട്ടാമസിനെ കണ്ട് മാർക്കും സ്റ്റീവനും അലറുന്നുണ്ട്. അവരലറുന്ന കണ്ട് ആ ഹിപ്പോയും അലറുന്നു. പെട്ടെന്ന് വീണ്ടും സീൻ ചേഞ്ച് ആവുന്നു. ഇപ്പൊ മാർക്ക് വീണ്ടും ഡോക്ടർ ഹാരോയുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട അതേ മെന്റൽ ഹോസ്പിറ്റലിൽ തന്നെ. അവനെന്തോ ആ സ്ഥലമൊക്കെ ആദ്യമായിട്ട് കാണുന്നത് പോലെ ചുറ്റും ഇങ്ങനെ നോക്കാൻ തുടങ്ങി. ഒരു കാര്യം ശ്രദ്ധിക്കണം, മാർക്കിന്റെ മൂക്കിൽ അത്യാവശ്യം നല്ലൊരു മുറിവ് കാണാൻ പറ്റുന്നുണ്ട്. മാർക്ക് അലറിക്കൊണ്ടാണ് ഡോക്ടർ ഹാരോയുടെ മുന്നിലേക്ക് ഇങ്ങനെ വരുന്നു എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, എവിടുന്ന് വരുന്നു? ഡോക്ടർ ഹാരോ പറയുന്നതനുസരിച്ച് അവന്റെ ഇമാജിനേഷനിൽ നിന്ന് റിയാലിറ്റിയിലേക്ക് വരുന്നു. മാർക്ക് എന്ന് പറയുന്ന മാനസിക രോഗി അവന്റെ മനസ്സിൽ കണ്ട കാര്യങ്ങളാണ് വേറൊരു റൂമിലിരിക്കുന്ന കല്ലറയും അതിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന സ്റ്റീവനും പിന്നെ ആ ഹിപ്പോപ്പൊട്ടാമസും ഒക്കെ. ആ ഇമാജിനേഷനിൽ നിന്ന് അവൻ പുറത്തേക്ക് അല്ലെങ്കിൽ ശരിക്കുള്ള ബോധത്തിലേക്ക് വന്നപ്പോഴാണ് അലറിക്കൊണ്ട് അവൻ ഡോക്ടർ ഹാരോയുടെ മുന്നിൽ ഈ മെന്റൽ ഹോസ്പിറ്റലിലെ ചെയറിൽ കണ്ണു തുറക്കുന്നത്. കൺഫ്യൂഷൻ തോന്നുന്നുണ്ടാവും, പക്ഷേ അത് എപ്പിസോഡിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് എല്ലാം ശ്രദ്ധിച്ച് കേൾക്കേണ്ടി വരും. ഡോക്ടർ ഹാരോ പറയാൻ തുടങ്ങി, ഹേയ് മാർക്ക്, പേടിക്കണ്ട, നിനക്കൊരു കുഴപ്പമില്ല, കാം ഡൗൺ. നിന്റെ ഡോക്ടറാണ് ഞാൻ നിന്നെ ഷൂട്ട് ചെയ്തെന്നല്ല നീ പറയുന്നത്, നിന്നെ വെടിവെച്ച് കൊന്നെന്ന്. എന്തായാലും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ നിന്നെ വെടിവെച്ച് കൊന്നെങ്കിൽ നീ എങ്ങനെ ജീവനോട് കൂടി ഇരിക്കുന്നത്? അതൊന്ന് പറ. മാർക്ക്, സത്യാവസ്ഥയിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇത് നിന്റെ രോഗത്തിന്റെ പ്രത്യേകതയാണ്. നിന്റെ മനസ്സ് റിയാലിറ്റി ഏതാണ് ഇമാജിനേഷൻ ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഏതാണ് ശരിക്കുള്ളത്, ഏതാണ് മണ്ടത്തരം, ഏതാണ് റിയൽ, ഏതാണ് ഫേക്ക്, ഏതാണ് സെൻസ്, ഏതാണ് നോൺ സെൻസ്, ഇത് തമ്മിൽ തിരിച്ചറിയാൻ നിന്നെ കൊണ്ട് സാധിക്കുന്നില്ല. ഇതിന് രണ്ടിനുമിടയിൽ തൂങ്ങിയാടുന്ന ഒരു പെൻഡുലം പോലെയാണ് നിന്റെ മനസ്സ്. അതിങ്ങനെ ആടിക്കൊണ്ടേയിരിക്കുകയാണ് നിർത്താതെ. ഇടയ്ക്ക് റിയാലിറ്റിയിലേക്ക് വരും, ഇടയ്ക്ക് ഇമാജിനേഷനിലേക്ക് പോകും. പക്ഷെ സത്യാവസ്ഥ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു ഡോക്ടറാണ്. നിന്നെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ആർതർ ഹാരോ. ഇത് ചിക്കാഗോയിലുള്ള പുത്നം മെഡിക്കൽ ഫെസിലിറ്റിയാണ്, ഒരു മെന്റൽ ഹോസ്പിറ്റൽ. നീ എന്റെ പേഷ്യന്റ് ആണ്. നീ കുറെ നാളായിട്ട് എന്നോട് ഓരോ കഥകളൊക്കെ പറയുന്നുണ്ട്. നീ ഈജിപ്തിൽ പോയെന്നും അവിടെ ഖോൻഷു എന്ന് പറയുന്ന ഒരു ദൈവത്തിനെ കണ്ടെന്നും അത് കഴിഞ്ഞ് നീ ഒരു സൂപ്പർ ഹീറോ ആയി മാറി. ഐ മീൻ എന്താ പേര്? മൂൺ നൈറ്റ്. മൂൺ നൈറ്റ്, നല്ല പേര് തന്നെ. ഇങ്ങനെയൊക്കെയാണ് നീ എന്നോട് പറഞ്ഞത്. പക്ഷേ ബുദ്ധിയുള്ള ഒരാൾക്ക് അതൊക്കെ വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനത് വിശ്വസിക്കാത്തത്. മാർക്ക്, നീ നിന്നിൽ നിന്ന് തന്നെ ഒളിച്ചോടാനാണ് ശ്രമിക്കുന്നത്. നീ ആരാണെന്ന് മനസ്സിലാക്കാനും നിന്റെ പഴയ ഓർമ്മകളിലേക്ക് നോക്കാനും നിനക്ക് വയ്യ. നിനക്കതിന് പേടിയാണ്. അതിന് പകരം നീ നിന്റെ ഇമാജിനേഷൻ വേൾഡിലേക്ക് പോകുന്നു. അവിടെ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ കഥകളും നീ ഒരു സൂപ്പർ ഹീറോ ആണെന്നും ഒക്കെ സ്വയം ചിന്തിക്കുന്നു. ഇതാണ് സംഭവിക്കുന്നത്. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും നിങ്ങളൊരു ഡോക്ടർ അല്ലെന്ന് എനിക്ക് ഉറപ്പാ. നിങ്ങൾ എന്നെ വെടിവെച്ചു. നിങ്ങൾ ഡോക്ടറല്ല. നീ ഇത് തന്നെയാണ് മാർക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യം മനസ്സിലാക്ക്, ഞാൻ ഡോക്ടറാണ്. പിന്നെ വെറുതെയാണോ നീ ഇവിടെ മെന്റൽ ഹോസ്പിറ്റലിൽ ഇരിക്കുന്നത്? ഇവിടെ ജോലി ചെയ്യുന്നവരായിട്ട് തൊട്ടു മുന്നേ നീ അടിയുണ്ടാക്കിയുള്ളൂ. ഇപ്പൊ മൂക്കൊക്കെ മുറിഞ്ഞിരിക്കുന്ന കണ്ടില്ലേ? എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നല്ല കുട്ടിയായിട്ട് ഇരുന്നൂടെ? ചികിത്സയൊക്കെ കഴിഞ്ഞ് എല്ലാം ശരിയാവുമ്പോ നമുക്ക് ഇവിടുന്ന് പോവാം. നിങ്ങൾ ഓരോന്ന് പറഞ്ഞ് എന്നെ തെറ്റിദ്ധരിപ്പിക്കാനാ ശ്രമിക്കുന്നത്. താനൊരു ഡോക്ടർ അല്ല. ഓ ശരി, എന്നെ കണ്ട് നിനക്ക് ഡോക്ടറാണെന്ന് തോന്നില്ലേ? നിങ്ങളൊരു ഡോക്ടർ അല്ല, അതെനിക്കറിയാം. ഓക്കെ മാർക്ക്, ശരി, സമ്മതിച്ചു, ഞാനൊരു ഡോക്ടർ അല്ല. ഇപ്പൊ നിന്റെ പ്രശ്നം തീർന്നു. നീ പറയുന്ന എല്ലാം ശരി തന്നെ, സമ്മതിച്ചു, ഞാനൊരു ഡോക്ടറേ അല്ല. ശരി, എന്നാ വേറെ കാര്യം ചോദിക്കാം. ഇതെന്നെ പറ്റിയല്ലോ, നിന്നെ പറ്റിയല്ല. ആദ്യം നിന്ന് തന്നെ തുടങ്ങും. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് നീ എന്നോടൊന്ന് പറ, നീ എങ്ങനെ ഇവിടെ എത്തിയത്? എങ്ങനെ നീ ഈ മെന്റൽ ഹോസ്പിറ്റലിൽ എത്തി? പറയാൻ പറ്റുന്നുണ്ടോ? താൻ എങ്ങനെ ഇവിടെ എത്തിയത്? ഞാനല്ലേ മാർക്ക് ചോദ്യം ചോദിച്ചേ. എനിവേ, ഞാൻ എന്നത്തെയും പോലെ ബസ് പിടിച്ച് അങ്ങോട്ട് വന്ന്. ഇനി മാർക്ക് പറ. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ പറയാം. നീ എന്നോട് പറഞ്ഞു നിനക്ക് ഈ ഹോസ്പിറ്റലിലെ ആളുകളെയും എന്നെയും ഇവിടുത്തെ ഓരോ സാധനങ്ങളെയും ഒക്കെ മുന്നിൽ കണ്ടതായിട്ട് ഓർമ്മയുണ്ടെന്ന്. അത് മാത്രമല്ല, നീ ഇവിടുന്ന് ഇറങ്ങി ഓടിയ സമയത്ത് നീ ഒരു കല്ലറയും ഒരു ഹിപ്പോപ്പൊട്ടാമസിനെയൊക്കെ കണ്ടെന്നാ പറയുന്നത്. അത് ഒരു മെന്റൽ ഹോസ്പിറ്റലിനുള്ളിൽ ഒരു സംസാരിക്കുന്ന ഡ്രസ്സൊക്കെ ഇട്ട ഹിപ്പോപ്പൊട്ടാമസ്. ഇത് ഞാൻ വിശ്വസിക്കണോ മാർക്ക്? നിനക്കിതെങ്ങനെയാ സ്വയം വിശ്വസിക്കാൻ പറ്റുന്നത്? ഇനി നീ തന്നെ പറ, ഇത് സെൻസ് ആണോ നോൺ സെൻസ് ആണോ? നീ ആലോചിച്ചിട്ട് നിനക്ക് എന്താ തോന്നുന്നു? ഇവിടെ ഇരിക്കുന്ന ഡോക്ടറായിട്ടുള്ള നിനക്ക് കാണാൻ പറ്റുന്ന ഞാനും ചുറ്റും കാണുന്ന ഈ മെന്റൽ ഹോസ്പിറ്റലും ആണോ സത്യം? അതോ നീ ഇമാജിനേഷനിൽ ക്രിയേറ്റ് ചെയ്ത ഖോൻഷുവും മൂൺ നൈറ്റും ഹിപ്പോപ്പൊട്ടാമസും ഒക്കെയാണോ സത്യം? നീ ഒന്ന് ആലോചിച്ചിട്ട് എന്നോട് പറ. നിങ്ങൾ പറഞ്ഞ പോലെ ആലോചിക്കുമ്പോ ഞാൻ പറയുന്നത് നോൺ സെൻസ് ആയിട്ടാ തോന്നുന്നത്. വെരി ഗുഡ് മാർക്ക്, അതെങ്കിലും നീ സമ്മതിച്ചല്ലോ. വളരെ നല്ല കാര്യം. നമ്മൾക്ക് ചികിത്സ ഇങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം. നിനക്ക് എന്താ സംഭവിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. നിന്റെ മനസ്സിൽ ഒരുപാട് വിഷമമുണ്ട്, മറക്കാനാവാത്ത വേദനകൾ, അതായത് ട്രോമ. ഇത് നിനക്ക് ആലോചിക്കാൻ ഇഷ്ടമല്ല. അങ്ങനെ ആലോചിക്കേണ്ടി വരുമ്പോൾ നിന്റെ മനസ്സൊരു പക്ഷെ താളം തെറ്റിപ്പോയേക്കാം. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിന്റെ മനസ്സ് തന്നെ ഒരു സുരക്ഷാ കവചം തീർക്കും. അതായത് നിനക്ക് ആലോചിക്കാൻ ഇഷ്ടമുള്ളതുപോലെയുള്ള സ്ഥലങ്ങൾ, ആളുകൾ, സന്ദർഭങ്ങൾ, ഇതൊക്കെ നിനക്ക് നിന്റെ മനസ്സ് കാണിച്ചു തരും. അങ്ങനെ ശരിക്കുള്ള നിന്റെ ട്രോമ തരുന്ന വേദനിപ്പിക്കുന്ന ഓർമ്മകളിൽ നിന്ന് നിന്നെ മാറ്റി നിർത്തും. ഇത് നിന്റെ മനസ്സ് തന്നെ ചെയ്യുന്ന കാര്യമാണ്. അതാണ് നീ നിന്റെ ഇമാജിനേഷനിൽ കാണുന്നത്. പക്ഷെ അതൊന്നും റിയൽ അല്ല. ഇതാണ് റിയൽ. നമ്മൾ ഇരിക്കുന്ന മെന്റൽ ഹോസ്പിറ്റലും ഞാനും മനസ്സിൽ ചെയ്യുന്ന കാര്യത്തെ ഞങ്ങൾ സൈക്കാട്രിയിൽ ഒരു പേര് വിളിക്കാറുണ്ട്.
പറയാറുണ്ട്, ദി ഓർഗനൈസിംഗ് പ്രിൻസിപ്പിൾ. ഇപ്പോ നീ നിന്റെ ഇമാജിനേഷനിൽ കാണുന്നത് ഖോൻഷുവിനെയും മൂൺ നൈറ്റിനെയും ഹിപ്പോപ്പൊട്ടാമസിനെയും ഒക്കെയാണ്. പക്ഷേ മറ്റൊരാൾ കാണുന്നത് ചിലപ്പോൾ ഒരു കൊട്ടാരമായിരിക്കാം, വേറെ ആൾ കാണുന്നത് ഒരു ലൈബ്രറി ആയിരിക്കാം. അതങ്ങനെ മാറി മറിഞ്ഞു വരും. ഓരോ ആളുകൾക്കനുസരിച്ച് അത് മാറും മാർക്ക്. ഒരുപക്ഷെ അത് ഒരു മെന്റൽ ഹോസ്പിറ്റൽ ആയിക്കോട്ടെ. വാവ് മാർക്ക്, അതെ അതെ, ഒരു മെന്റൽ ഹോസ്പിറ്റലും ആവാം, നോ പ്രോബ്ലം. അങ്ങനെയോ ആവാം. എനിവേ, എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നത് നീ ഇപ്പൊ തന്നെ പറഞ്ഞ ആ ഹിപ്പോപ്പൊട്ടാമസ് ആണ്, സംസാരിക്കുന്ന ഹിപ്പോ. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഒരുപക്ഷെ ആ ഹിപ്പോപ്പൊട്ടാമസ് വന്ന സമയത്ത് നിനക്ക് സ്റ്റീവനെ നേരിട്ട് കാണാൻ പറ്റിയെന്നാണല്ലോ നീ പറഞ്ഞത്. അപ്പോ ആ ഹിപ്പോപ്പൊട്ടാമസ് വിചാരിച്ചാൽ നിനക്കും സ്റ്റീവനും തമ്മിലുള്ള അകലം കുറയ്ക്കാൻ പറ്റും. അതായത് നിങ്ങൾക്ക് പരസ്പരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. എന്ത് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനെ പറ്റി നിങ്ങൾ പറയുന്നത്? മാർക്ക്, നീ ഇടയ്ക്ക് വളരെ അപ്സെറ്റായി നിയന്ത്രണം വിടുന്ന സമയത്തൊക്കെ ഒരു ചെറിയ കുട്ടിയെ പറ്റി പറയാറുണ്ട്, ഒരു ചെറിയ പയ്യൻ. അതാരാന്ന് എനിക്കും അറിയില്ല, പക്ഷെ നിനക്ക് അതാരാണെന്ന് ഓർക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ചികിത്സയിൽ പെട്ടെന്ന് മുന്നോട്ട് പോകാൻ പറ്റും. ആ കുട്ടിയെ പറ്റി ആലോചിക്കുമ്പോഴാണ് നീ ഭയങ്കരമായിട്ട് സ്ട്രെസ് ആവുന്നത്. നീ ഒന്ന് ഓർത്ത് നോക്ക്, ആ കുട്ടി ആരാണ്? ആ കുട്ടിയെ പറ്റി എന്തെങ്കിലും നിനക്ക് എന്നോട് പറയാൻ പറ്റും? ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോ, അതായത് ഈ കുട്ടിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോ ഡോക്ടർ ഹാരോ പറഞ്ഞതുപോലെ തന്നെ മാർക്കിന്റെ ഭാവം മാറുവാണ്. അവൻ വീണ്ടും എന്തോ കൺട്രോൾ പോകുന്ന ലെവലിലേക്ക് എത്തി. ഓക്കെ ഡോക്ടർ ആർതർ ഹാരോ, എനിക്കിപ്പോ എല്ലാം മനസ്സിലായി. നിങ്ങൾ ഡോക്ടറും ഞാൻ നിങ്ങളുടെ പേഷ്യന്റും ആണ്, സമ്മതിച്ച്. പക്ഷേ താങ്ക് യു നിങ്ങൾ ചികിത്സിച്ചതിന്. എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. ഐ ഫീൽ റിയലി ഗ്രേറ്റ്. എനിക്കിപ്പോ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. എന്റെ അസുഖം മാറിയല്ലോ. യാ, അവര് നിങ്ങൾക്ക് കുറെ പൈസ തരുന്നുണ്ടാവും അല്ലെ ഇങ്ങനെ അഭിനയിക്കാൻ, എന്നെ എങ്ങനെയൊക്കെ വിശ്വസിപ്പിക്കാനായിട്ട്. കൊള്ളാം കൊള്ളാം. ഹേയ് മാർക്ക്, നീ ആ ചില്ല് താഴെ വെക്ക്, അത് അപകടമാണ്. നമ്മൾക്ക് സമാധാനമായിട്ട് കാര്യങ്ങൾ പറയാം. എനിക്ക് കിട്ടിയെടുത്തോളം സമാധാനം മതി. ഇനി എനിക്ക് സമാധാനം വേണ്ട. ഞാൻ പറഞ്ഞല്ലോ എനിക്കിപ്പോ പ്രശ്നമൊന്നും ഇല്ലെന്ന്. അതുകൊണ്ട് എനിക്ക് ചികിത്സ വേണ്ട. ഞാൻ ഇവിടുന്ന് പുറത്തേക്ക് പോവാ. താങ്ക് യു ഡോക്ടർ. ഞാൻ ഇവിടുന്ന് പുറത്തേക്ക് പോവാ. അതിന് എനിക്ക് ആരുടെയും സഹായം വേണ്ട. ഡോക്ടർ താനൊരിക്കലും ഒരു ഡോക്ടർ അല്ല. എന്നെ വിടാനല്ലേ പറഞ്ഞത്? എനിക്ക് ഇയാളെ കൊല്ലണം. ഇയാള് ദുഷ്ടനായ ഇയാൾ അമിത്തിനെ തുറന്നു വിടും. ലോകത്തിന് മുഴുവൻ ഇയാൾ നശിപ്പിക്കും. എനിക്ക് ഇവിടുന്ന് പുറത്തിറങ്ങാൻ നിന്റെ ഒന്നും സഹായം വേണ്ട, നിന്റെ ഒന്നും സമ്മതവും വേണ്ട. എന്നെ വിടാനല്ലേ പറഞ്ഞത്? നോ. പെട്ടെന്ന് സീൻ ചേഞ്ച് ആവുന്നു. മാർക്ക് അലറിക്കൊണ്ട് ചെല്ലുന്നത് നേരത്തെ നിന്നിരുന്ന അതേ ഹിപ്പോയുടെ അടുത്തേക്കാണ്. അവിടെ തൊട്ടടുത്ത് സ്റ്റീവൻ നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് ഓർക്കാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയാം. നീല ഡ്രസ് ഇട്ടിരിക്കുന്നതാണ് സ്റ്റീവൻ, വെള്ള ഡ്രസ് ഇട്ടിരിക്കുന്നത് മാർക്കാണ്. എന്തായാലും കഥ തുടരുന്നതിന് മുന്നേ ഇപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ചിന്ത വരേണ്ടതാണ്. അതായത് ഇത് വീണ്ടും മാർക്കിന്റെ ഇമാജിനേഷൻ ആണോ? ഡോക്ടർ ഹാരോയുടെ മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന മാർക്ക് എന്തോ ഒരു മരുന്ന് കഴുത്തി കുത്തിവെച്ചപ്പോ ഭയങ്കരമായിട്ട് അലറുന്നുണ്ട്. ആ സമയത്ത് കുത്തിവെച്ച മരുന്നിന്റെ എഫക്ട് കാരണം മാർക്ക് ബോധം കെടുകയും ഡോക്ടർ ഹാരോ പറഞ്ഞതുപോലെ അവന്റെ മനസ്സിലില്ലാത്ത കാര്യങ്ങൾ ഇമാജിൻ ചെയ്യാനും തുടങ്ങുന്നു. അങ്ങനെ അവൻ കാണുന്ന ഒരു ഇമാജിനേഷൻ ആണോ ഇത്? അങ്ങനെ ചിന്തിക്കുന്നത് തെറ്റില്ല. ആക്ച്വലി ഈ സീരീസ് അവസാനിക്കുന്നത് വരെ നിങ്ങൾ അങ്ങനെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും നമുക്ക് കഥയിലൂടെ മുന്നോട്ട് പോകാം. എന്തായാലും ഹിപ്പോപ്പൊട്ടാമസിനെ കണ്ട് അലറി കഴിയുമ്പോൾ മാർക്ക് വിചാരിക്കുന്നത് ഇത് ഡോക്ടർ ഹാരോ കുത്തിവെച്ച മരുന്നിന്റെ എഫക്ട് ആയിരിക്കുമെന്നാണ്. എന്റെ അമ്മോ, നിങ്ങൾ എന്നെയും കൂടി പേടിപ്പിച്ച് കളഞ്ഞല്ലോ. മാർക്ക് എപ്പോഴും ഇങ്ങനെ ടെൻഷനില്ല. മാർക്കിന്റെ പേരൊക്കെ നിങ്ങൾക്ക് അറിയോ? അത് ശരിയാ, അവൻ മിക്കപ്പോഴും ഇങ്ങനെ ടെൻഷനില്ല. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഇരട്ടകളാ? അങ്ങനെ ചോദിച്ചാൽ വേണമെങ്കിൽ അങ്ങനെയും പറയാം. നോ, ഞങ്ങൾ ഇരട്ടകളൊന്നുമല്ല. ഓ, അപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി. നിങ്ങൾ ഒരേ ബോഡിയിലുണ്ടായിരുന്ന രണ്ട് പേഴ്സണാലിറ്റികളാണല്ലേ? അതെ, നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാവുന്നുണ്ടോ? ആർതർ ഹാരോ എന്ന് പറയുന്ന അമിത്തിനെ തുറന്നുവിടാൻ നോക്കുന്ന ഒരാളുണ്ട്. അയാൾ ഞങ്ങളെ വെടിവെച്ച് കൊന്നെന്ന് ഞാൻ വിചാരിച്ചേ. ഓഹോ, നിങ്ങളോട് ഇത് പറയുന്നത് എനിക്ക് വിഷമമുണ്ട്. പക്ഷെ ആക്ച്വലി നിങ്ങൾ ഏറെക്കുറെ മരിച്ചു. അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ഒന്ന് ആത്മാവായിട്ട് നിൽക്കുന്നത്. എന്താ പറഞ്ഞേ? ഞങ്ങൾ മരിച്ചെന്നോ? അപ്പൊ ഇതേതാ സ്ഥലം? മാർക്ക്, എനിക്ക് ഇപ്പൊ പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നേ. കാരണം നമുക്ക് ഹൃദയത്തിൽ തന്നെ രണ്ട് വെടിയേറ്റു. നമ്മൾ ജീവനോട് ഇരിക്കാൻ ഒരു ചാൻസും ഇല്ല. അതെ, സ്റ്റീവന് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. നിങ്ങളെപ്പോലെ ഒരുപാട് ആത്മാക്കൾ ഇതിക്കൂടെ പോകാറുണ്ട്. എന്തായാലും ഞാൻ ഈ നോട്ട് വായിച്ച് നിങ്ങളൊന്ന് വെൽക്കം ചെയ്യാം. പരലോകത്തിലേക്ക് വന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട യാത്രക്കാരാ. ഓ സോറി, രണ്ടുപേരുണ്ടല്ലേ. എന്നാ എന്റെ പ്രിയപ്പെട്ട യാത്രക്കാരെ, ഇതാണ് ഈജിപ്തിന്റെ പരലോകം. മരണാനന്തര ജീവിതത്തിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ദി ആഫ്റ്റർ ലൈഫ്. ഈ പരലോകത്തിന്റെ പേരാണ് ഡ്യുവാറ്റ്. എന്തായാലും ഇപ്പൊ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ സ്റ്റീവന് കാര്യങ്ങൾ മനസ്സിലാവാൻ തുടങ്ങി. കാരണം അവന് ഈജിപ്ഷ്യൻ പുരാണത്തിലൊക്കെ നല്ല വിവരം ഉണ്ടല്ലോ. ഹിപ്പോ, നിങ്ങൾ പറയുന്നത് മനസ്സിലായി. ഈജിപ്ഷ്യൻ അണ്ടർവേൾഡ്, ഈജിപ്ഷ്യൻ പുരാണത്തിൽ പറയുന്ന പരലോകമാണ് ഡ്യുവാറ്റ്. ആ ഡ്യുവാറ്റ് ഇതാണെന്നാണ് ഹിപ്പോ പറയുന്നത്. ഹിപ്പോ അല്ല, നിങ്ങൾ ടെവററ്റല്ലേ, സ്ത്രീകളുടെയും കുട്ടികളുടെയും ഈജിപ്ഷ്യൻ ദേവത. കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ. ഞാൻ എത്ര ഫേമസാ. വാവ്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാനതൊക്കെ വായിച്ചിട്ടേ ഉള്ളൂ. അപ്പോ നിങ്ങളാണോ പരലോകത്ത് ഞങ്ങളുടെ ആത്മാവിന് വഴികാട്ടുന്നത്? സ്റ്റീവൻ, അപ്പൊ ശരിക്കും ഇത് തന്നെയാണോ പരലോകം? ഗൈസ്, പരലോകം അല്ലെങ്കിൽ ആഫ്റ്റർ ലൈഫ് എന്ന് പറയുമ്പോൾ അത് ഒരെണ്ണം മാത്രമല്ല ഉള്ളേ, കുറെ ഉണ്ട്. അത് എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണാൻ പോലും പറ്റില്ല. ഇപ്പൊ ഉദാഹരണത്തിന് വക്കാൻഡക്കാർ മരിച്ചു കഴിഞ്ഞ് പോകുന്ന ആൻസെസ്ട്രൽ പ്ലെയിൻ, അസ്ഗാർഡിലുള്ളവർ മരിച്ചു കഴിഞ്ഞ് പോകുന്ന വാൽഹല, ഇതൊക്കെ ആഫ്റ്റർ ലൈഫിന്റെ വേറെ രൂപങ്ങളാ. എന്തായാലും ഇതൊക്കെ ഭയങ്കര മനോഹരമാണ്. അതുപോലെ ഈജിപ്ഷ്യൻസിന്റെ ആഫ്റ്റർ ലൈഫ് ആണ് ഡ്യുവാറ്റ്. അവിടെയാണ് നിങ്ങൾ നിൽക്കുന്നത്. അയ്യോ, സമയം പോവാണല്ലോ. ഞാൻ കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു തരാം കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഈ ഡ്യുവാറ്റ് എന്താ കാണാൻ ഇങ്ങനെയൊന്നല്ലേ? ഈ ആഫ്റ്റർ ലൈഫ് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. പരലോകം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ മനസ്സിനെ ഉൾക്കൊള്ളാവുന്നതിലും ഒരുപാട് അപ്പുറത്താ. നിങ്ങൾ മരിച്ചു കഴിഞ്ഞ് നേരെ നിങ്ങളുടെ ആത്മാവ് എന്ന പരലോകത്തിന്റെ ശരിക്കുള്ള രൂപം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് താങ്ങാനാവില്ല. അതുകൊണ്ട് ഓരോ മനുഷ്യരുടെയും മനസ്സിനനുസരിച്ച് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത് പോലെയുള്ള ഒരു രൂപമായിരിക്കും ഡ്യുവാറ്റിന് കിട്ടുക. ഇപ്പൊ നിങ്ങൾ വന്നപ്പോ ഇതുപോലൊരു മെന്റൽ ഹോസ്പിറ്റലായി. വേറെ ആൾ വരുമ്പോ ഡ്യുവാറ്റ് ഇങ്ങനെ ആയിരിക്കില്ല അയാൾക്ക് കാണുക. അയാളുടെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട വേറെ ഏതെങ്കിലും ഒരു സ്ഥലമായിരിക്കും. ചിലപ്പോ കാടായിരിക്കും, ചിലപ്പോ സിറ്റി ആയിരിക്കും,
ആയിരിക്കും, അങ്ങനെ എന്തോ ആവാം. നിങ്ങൾക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റുന്നത് പോലെയാണ് നിങ്ങൾ ഡ്യുവാറ്റിനെ കാണുക, മനസ്സിലായോ? അല്ല ഹിപ്പോ, ഞങ്ങൾ എന്തുകൊണ്ടാ ഡ്യുവാറ്റിനെ ഇങ്ങനെ ഒരു മെന്റൽ ഹോസ്പിറ്റലായിട്ട് കാണുന്നത്? അത് നമുക്ക് വട്ടായതുകൊണ്ടാണ് സ്റ്റീവൻ. നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ? എടാ, ഡോക്ടർ ഹാരോ പറഞ്ഞത് ശരിയായിരുന്നടാ, എനിക്ക് വട്ടാണ്, നല്ല മുഴുവട്ട്. അങ്ങനെ പറഞ്ഞതുപോലെ ഡോക്ടർ ഹാരോയും ഈ മെന്റൽ ഹോസ്പിറ്റലും ഒക്കെയാണ് സത്യം. ഞാൻ നിന്നെ കാണുന്നതും ഈ ഹിപ്പോപ്പൊട്ടാമസിനെ കാണുന്നതും ഒക്കെ വെറും വട്ടാണ്. അതുപോലെ ഖോൻഷു, മൂൺ നൈറ്റ്, അതൊക്കെ എന്താ എന്റെ വെറും തോന്നലായിരുന്നടാ അത്. അല്ലെങ്കിൽ തന്നെ ആലോചിച്ച് നോക്ക്, ഡോക്ടർ ഹാരോ പറഞ്ഞതുപോലെ അതൊക്കെ നോൺസെൻസാ, ഒരു വട്ടനായ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം, എന്റെ ഇമാജിനേഷൻ, അല്ലാതെന്താ. പിന്നെ അതെന്താ പരലോകോ, അതും ഒരു മെന്റൽ ഹോസ്പിറ്റലിന്റെ രൂപത്തിൽ, അടിപൊളി. ഇതൊക്കെ പറഞ്ഞു തരുന്നത് ഈ സംസാരിക്കുന്ന ഹിപ്പോപ്പൊട്ടാമസ്. എന്താ സ്റ്റീവോ മാർക്ക് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാനെല്ലാം വളരെ നന്നായിട്ടല്ലേ എക്സ്പ്ലെയിൻ ചെയ്തേ. സോറി ഹിപ്പോ, മാർക്ക് ഇടയ്ക്ക് ഇങ്ങനെയാ, അവന്റെ കൺട്രോൾ പോവും, അവനെപ്പോഴും കാര്യം മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് മനസ്സിലായി കേട്ടോ, ഞങ്ങൾ ചത്തു. മാർക്ക്, നമ്മൾ ചത്തടാ. നോ സ്റ്റീവൻ, നീ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല, പ്രത്യേകിച്ച് ഈ ഹിപ്പോപ്പൊട്ടാമസ് എന്റെ മുന്നിൽ നിൽക്കുമ്പോൾ. എനിക്ക് വട്ടാന്നുള്ളതിന്റെ തെളിവാണിത്. ഇപ്പൊ ഞാൻ ഇവിടെ കാണുന്ന ഈ വാതിൽ തുറന്ന് പോകുമ്പോൾ നോക്കിക്കോ, അവിടെ കുറെ കട്ടിലുകളും കുറെ ഭ്രാന്തന്മാരും ഇരിക്കുന്നുണ്ടാവും, കുറെ നഴ്സുമാരുണ്ടാവും. അതായത് അതാണ് സത്യം. ഇതൊരു മെന്റൽ ഹോസ്പിറ്റലും ഞാനൊരു വട്ടനുമാണ്. വേണമെങ്കിൽ ഞാൻ തെളിയിച്ചു തരാം, നോക്കിക്കോ. ഞാൻ ഈ വാതിൽ തുറക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ, ഓ വാട്ട് ദ ഹെൽ, എന്താ ഇത്? ഓ മൈ ഗോഡ്, അപ്പൊ നമ്മൾ ശരിക്കും ചത്തോ? അതെ മാർക്ക്, നമ്മൾ ചത്തു. ഓക്കെ ഇപ്പൊ എനിക്ക് കുറച്ചൊക്കെ വിശ്വാസമാവുന്നുണ്ട്. അപ്പോ ഞങ്ങൾ മരിച്ചിട്ട് ഈ പരലോകത്തിൽ കൂടെ നമ്മൾ എങ്ങോട്ടേക്ക് പോകുന്നത്? അതെനിക്കറിയാം മാർക്ക്. നമ്മളെ ഇപ്പൊ കൊണ്ടുപോകുന്നത് സ്വർഗത്തിലേക്കായിരിക്കും. ഈ ഡ്യുവാറ്റി കൂടെ സഞ്ചരിച്ച് വേണം സ്വർഗത്തിലേക്ക് എത്താൻ. ഈജിപ്ഷ്യൻ പുരാണത്തിൽ സ്വർഗത്തിന് പറയുന്നത് ആറു എന്ന വേറൊരു പേര് കൂടിയുണ്ട്, ഫീൽഡ് ഓഫ് റീഡ്സ്. ഞാൻ പറഞ്ഞത് ശരിയാണോ ടെവരറ്റ്? ഓ വെരി ഗുഡ്. ഈജിപ്ഷ്യൻ പുരാണത്തിൽ നിനക്ക് 100 മാർക്കാ. അപ്പൊ കൂട്ടത്തിൽ സ്മാർട്ട് സ്റ്റീവൻ ആണല്ലേ. പക്ഷേ വെറുതെ ഒന്നും അങ്ങനെ സ്വർഗത്തിൽ കടക്കാൻ പറ്റില്ല കേട്ടോ. നിങ്ങളുടെ ഹൃദയങ്ങൾ ബാലൻസ് ആയാൽ മാത്രമേ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് എത്താൻ പറ്റൂ. ഈ കപ്പലിപ്പോ സ്വർഗത്തിന്റെ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ എത്തുന്നതിന് മുന്നേ നിങ്ങളുടെ ഹൃദയങ്ങൾ എടുത്തേക്ക് തൂക്കി നോക്കണം. അതിന് കുഴപ്പമൊന്നുമില്ലെങ്കിൽ നിങ്ങളെ ഞാൻ സ്വർഗത്തിൽ കൊണ്ടുവിടും. ഇങ്ങനെ പറഞ്ഞിട്ട് എവരറ്റ് മാർക്കിന്റെയും സ്റ്റീവന്റെയും നെഞ്ചിലേക്ക് കൈ കടത്തി അവരുടെ ഹൃദയം പുറത്തേക്ക് എടുക്കുകയാണ്. അവരുടെ ഹൃദയം മാർബിൾ പോലെയാണ് ഇരിക്കുന്നത്. അതിൽ രക്തമോ വേറെ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. പിന്നെ ഹൃദയം പുറത്തേക്ക് എടുത്തതുകൊണ്ട് മാർക്കിനോ സ്റ്റീവനോ ഒരു മാറ്റവും തോന്നുന്നില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ ഇത് മറ്റൊരു ഡയമെൻഷൻ ആയിരിക്കും. ഇവിടുത്തെ ഫിസിക്സും കെമിസ്ട്രിയും ഗ്രാവിറ്റിയും മറ്റു കാര്യങ്ങളും ടൈമും ഒന്നും വർക്കാവുന്നത് നമ്മൾ റിയൽ ലൈഫിലെ പോലെയല്ല. ടെവരറ്റ് എന്ന് പറയുന്ന ദേവതയ്ക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയും. ഇപ്പൊ ടെവരറ്റ് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇവരുടെ രണ്ടുപേരുടെയും ഹൃദയം എടുത്ത് ഒരു ത്രാസിൽ വെച്ച് അളക്കാൻ പോവാണ്. ഞാൻ ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞ ഒരു കഥ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഒരാൾ സ്വർഗത്തിലേക്ക് പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ജഡ്ജ്മെന്റ് ഓഫ് ഹാർട്ട്, അല്ലെങ്കിൽ ഹൃദയത്തിന്റെ തൂക്കി നോക്കൽ. പുരാണം അനുസരിച്ച് ഈജിപ്ഷ്യൻ ദൈവങ്ങളുടെ പ്രധാനിയായിട്ടുള്ള ഒസൈരിസിന്റെ നേതൃത്വത്തിൽ അനുബിസ് എന്ന് പറയുന്ന ദേവൻ അയാളുടെ ത്രാസ് വെച്ചാണ് ഈ കാര്യം ചെയ്യുന്നത്. ത്രാസിന്റെ ഒരു സൈഡിൽ മാത്ത് എന്ന് പറയുന്ന നീതിയുടെ ദേവതയുടെ ഒരു തൂവൽ എടുത്തു വയ്ക്കും. മറ്റേ സൈഡിൽ മരിച്ചിട്ട് ചെല്ലുന്ന ആളുടെ ഹൃദയം എടുത്തു വയ്ക്കും. ഹൃദയത്തിന് തൂവലിനേക്കാൾ വെയിറ്റ് കൂടുതലാണെങ്കിൽ അയാൾക്ക് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റില്ല. അയാളുടെ ഹൃദയത്തെ അവിടെ കാത്തിരിക്കുന്ന അമിത് എന്ന് പറയുന്ന മുതല രാക്ഷസി എടുത്ത് തിന്നും. അങ്ങനെ അയാളുടെ ആത്മാവ് എന്നേക്കുമായിട്ട് നശിച്ചു പോകും. ഇങ്ങനെയാണ് പുരാണം. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമല്ല സംഭവിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ കഥയിൽ ടെവരറ്റ് എന്ന് പറയുന്ന കഥാപാത്രം ഇല്ലല്ലോ. പക്ഷെ ഇവിടെ ഈ പണി ചെയ്യുന്നത് ടെവരറ്റ് ആണ്. എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ ഓരോ ദൈവങ്ങളും ഓരോ കാര്യങ്ങളാണ് നടപ്പിലാക്കുന്നത്. ആ ദൈവങ്ങൾ ഇല്ലാത്ത അവസരത്തിലും ആ കാര്യങ്ങൾ നടന്നേ പറ്റൂ. അപ്പൊ ശരിക്കും ഒരു കാര്യം ചെയ്യേണ്ട ദൈവം അവിടെ ഇല്ലെങ്കിൽ അതിന് പകരം വേറൊരു ദൈവത്തിന് അത് ചെയ്യാൻ വേണ്ടി അവിടെ ഏൽപ്പിക്കും. തൽക്കാലം ഇവിടെ ഒസൈരിസ് ഇല്ല, അനുബിസ് എന്ന് പറയുന്ന ദേവനോടെ ഇല്ല. അനുബിസ് എന്ന് പറയുന്ന ദേവനെ ദൈവങ്ങളെ കല്ലിലടച്ച് പൂട്ടിവെച്ചിരിക്കുന്ന അറയിൽ ഒരു പ്രതിമയുടെ രൂപത്തിൽ കണ്ടതായിട്ട് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഇത് ചെയ്യാനായിട്ട് അനുബിസ് ഇവിടെ ഇല്ലാത്തത്. സോ അതിന് പകരം ഇത് ചെയ്യുന്നത് ടെവരറ്റ് ആണ്. ഇങ്ങനെ തന്നെയാണ് പല കാര്യങ്ങളും. അവിടെ ആ പൂട്ടിവെച്ചിരിക്കുന്ന ദൈവങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ തൽക്കാലം മറ്റു ദൈവങ്ങളായിരിക്കും ചെയ്യുന്നത്. എന്തായാലും ചെയ്യേണ്ടതുപോലെ തന്നെ ടെവരറ്റ് ത്രാസിന്റെ ഒരറ്റത്ത് മാർക്കിന്റെയും സ്റ്റീവന്റെയും ഹൃദയം വെക്കുന്നു. മറ്റേ അറ്റത്ത് മാത്ത് എന്ന് പറയുന്ന നീതിയുടെ ദേവതയുടെ തൂവലും വെക്കുന്നു. ഇപ്പൊ ആ ത്രാസ് അത് രണ്ടും ഇങ്ങനെ തൂക്കി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ല ഇപ്പൊ തൂക്കി നോക്കുമ്പോ ഹൃദയത്തിന് വെയിറ്റ് കൂടുതലാണെങ്കിൽ എന്താ ചെയ്യുക? പ്രത്യേകിച്ചൊന്നുമില്ല. അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ഹൃദയങ്ങൾ അൺബാലൻസ്ഡ് ആണ്. നിങ്ങളുടെ ഹൃദയം പൂർണ്ണമല്ല. അങ്ങനെയുള്ളവർക്ക് എന്റെ കപ്പലിൽ സ്ഥാനമില്ല. നിങ്ങൾ നേരെ അടിയിലുള്ള മണലിലേക്ക് വീഴും. അല്ലെങ്കിൽ ഈ മരുഭൂമിയിൽ കിടക്കുന്ന സ്വർഗത്തിൽ എത്താൻ പറ്റാത്ത ആത്മാക്കൾ നിങ്ങളെ വലിച്ച് താഴേക്ക് കൊണ്ടുപോകും. നമ്മൾ ഈ യാത്ര ചെയ്യുന്നത് സ്വർഗത്തിലേക്കാ. ഈ കപ്പൽ അവിടെ എത്തുന്നതിന് മുന്നേ നിങ്ങളുടെ ഹൃദയങ്ങൾ ബാലൻസ്ഡ് ആവണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സംഭവിക്കും. പിന്നെ നിങ്ങൾ എന്നേക്കുമായിട്ട് ഈ മരുഭൂമിയിലെ മണലിൽ അതിന്റെ കൂടെ ഇഴുകിച്ചേർന്ന് അങ്ങനെ നിൽക്കേണ്ടി വരും. ഒരു പ്രതിമയെ പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഭയാനകമായ എന്തെങ്കിലും ആയിരിക്കും നിങ്ങൾക്ക് സംഭവിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ താഴെ കാണുന്നതാണ് നരകം. നിങ്ങൾക്ക് അവിടേക്ക് വീഴുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ ബാലൻസ്ഡ് ആവണം. സ്റ്റീവനും മാർക്കും താഴേക്ക് നോക്കുവാണ്. ഹിപ്പോ പറഞ്ഞത് ശരിയായിരുന്നു. ഈ കപ്പൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു മരുഭൂമിയിലെ മണലിൽ കൂടെയാണ്. സ്റ്റീവൻ, ഈ ഹിപ്പോപ്പൊട്ടാമസ് എന്തൊക്കെ പറയുന്നത്? ഈ മരുഭൂമിയിൽ വീണ് കിടക്കാനൊന്നും എനിക്ക് വയ്യ. പക്ഷെ മാർക്ക്, വേറെ എന്ത് ചെയ്യുന്ന നീ പറയുന്നത്? സ്വർഗത്തിലേക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ആ ഹിപ്പോ പറഞ്ഞ പോലെ ഇങ്ങോട്ട് വീഴും. എനിക്കൊരു ഐഡിയ ഉണ്ട് സ്റ്റീവൻ. നമുക്ക് ആ ഹിപ്പോയെ അങ്ങോട്ട് കൊന്നാലോ? എന്നിട്ട് ഈ ബോട്ട് മോഷ്ടിക്കാം. എന്നിട്ട് ഈ കപ്പലെടുത്ത് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോകാലോ? എന്തൊക്കെ മാർക്ക് നീ പറയുന്നത്? ഇതൊരു സാധാരണ ഹിപ്പോ ഒന്നുമല്ല, ഇതൊരു ദേവതയാ. ഈ സമയത്ത് ടെവരറ്റ് അവരങ്ങോട്ട് വിളിക്കുവാണ്. കാര്യം എന്താന്ന് വെച്ചാൽ ഈ ത്രാസ് ബാലൻസ്ഡ് ആവുന്നില്ല. അതായത് ഇതിങ്ങനെ ആടിക്കൊണ്ടേയിരിക്കുവാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, മിസ്റ്റർ ഹാരോ അയാളുടെ കയ്യിലുള്ള അമിത്തിന്റെ മാന്ത്രികവടി വെച്ച് സ്റ്റീവനെ ജഡ്ജ് ചെയ്യാൻ ശ്രമിച്ചു.
വെച്ചിരുന്നു. ആ സമയത്ത് അയാളുടെ കയ്യിലുള്ള ത്രാസും നിൽക്കാതെ ഇങ്ങനെ ആടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി ആ ത്രാസും ഈ ത്രാസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇത് അനുബിസ് എന്ന് പറയുന്ന ദേവന്റെ ത്രാസാണ്. പുരാണം അനുസരിച്ച് ഈ ത്രാസിലൂടെ ഒരു വശത്ത് തൂവലും ഒരു വശത്ത് ഹാർട്ടും വെച്ചാണ് ഇങ്ങനെ തൂക്കി നോക്കുക. പക്ഷേ MCUലേക്ക് വരുമ്പോ ഈ ഹാർട്ട് തിന്നാനായിട്ട് അമിത് എന്ന് പറയുന്ന രാക്ഷസി ഒന്നും ഇവിടെയില്ല. ഇവിടെ അമിത് മറ്റൊരു ദേവതയാണ്, ഒരുപാട് പേർ ആരാധിക്കുന്ന ഒരു ദേവത. MCUവിൽ അമിത്തിന് ആളുകളെ നേരിട്ട് ജഡ്ജ് ചെയ്യാനുള്ള കഴിവുണ്ട്. അല്ലെങ്കിൽ അവളുടെ ആ മാന്ത്രിക വടി ഉണ്ടല്ലോ, ഹാരോയുടെ കയ്യിലിരിക്കുന്ന ആ വടി, അത് വെച്ചും അയാൾക്ക് ആളുകളെ ജഡ്ജ് ചെയ്യാം. അയാളുടെ കയ്യിൽ വരച്ചു വെച്ചിരിക്കുന്ന ത്രാസ് അനുബിസിന്റെ ത്രാസ് അല്ല, ആ ത്രാസിന്റെ മുകളിലായിട്ട് മുതലയുടെ ചിത്രമായിരുന്നു ഉണ്ടായിരുന്നത്. സോ അത് അമിത്തിന്റെ ത്രാസാണ്, ഇത് അനുബിസിന്റെ ത്രാസാണ്. പക്ഷെ രണ്ടിലായാലും ഒരേപോലെയാണ് റിസൾട്ട് കാണിക്കുന്നത്. ത്രാസുകളുടെ ആട്ടം നിൽക്കുന്നേ ഇല്ല. ഇതെന്താ ഇങ്ങനെയെന്ന് സ്റ്റീവൻ ചോദിക്കുമ്പോൾ ടെവരറ്റ് പറയുന്നു, നിങ്ങളുടെ ഹൃദയങ്ങൾ ഇപ്പോഴും ഫുൾ ആയിട്ടില്ല, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടില്ല. ഈ കംപ്ലീറ്റ് ആയിട്ടില്ല എന്നതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരം എല്ലാ രഹസ്യങ്ങളും അറിയില്ല. അങ്ങനെ അറിഞ്ഞാൽ മാത്രമാണ് രണ്ട് ഹൃദയങ്ങളും കംപ്ലീറ്റ് ആവും. അങ്ങനെ കംപ്ലീറ്റ് ആയ ഹൃദയങ്ങൾ വെച്ച് തൂക്കി നോക്കിയാലാണ് ത്രാസിന് ശരിക്കുള്ള ഒരു വിധി പറയാൻ പറ്റൂ. അങ്ങനെ വിധി പറഞ്ഞാലാണ് ഇവർക്ക് സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റൂ. മനസ്സിലായല്ലോ? ഇനി എങ്ങനെയാണ് ഈ ഹൃദയം കംപ്ലീറ്റ് ആക്കുക, അതിനുള്ള വഴിയും ഈ ഡ്യുവാറ്റിൽ തന്നെയുണ്ട്. ടെവരറ്റ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു, ഈ ബോട്ടിൽ ഒരുപാട് റൂമുകളുണ്ട്. ആ റൂമുകളിലുള്ളത് സ്റ്റീവന്റെയും മാർക്കിന്റെയും കഴിഞ്ഞ കാലത്തിലെ ഓർമ്മകളാണ്. ആ ഓർമ്മകളിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരം മനസ്സിലാക്കാനുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. പിന്നെ രഹസ്യങ്ങൾ ഉണ്ടാവില്ല. അങ്ങനെ രഹസ്യങ്ങൾ ഇല്ലാതെ ആവുമ്പോഴാണ് രണ്ടുപേരുടെയും ഹൃദയങ്ങൾ പൂർണ്ണമാവുക, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആവുക. എന്നാലാണ് ഇത് തൂക്കി നോക്കാൻ പറ്റൂ. അപ്പൊ പിള്ളേരെ പറഞ്ഞത് ഓർമ്മയിരിക്കട്ടെ, രണ്ടുപേർക്കും രഹസ്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പൊ നേരെ ആ വാതിലിക്കൂടെ കടന്നു നിന്നു. എന്നിട്ട് ഓരോ റൂമുകളിൽ കയറി നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം അറിയാനുള്ള എല്ലാ കാര്യങ്ങളും അറിയും. അങ്ങനെ ഹാർട്ട് കംപ്ലീറ്റ് ആക്കിയിട്ട് എന്റെ അടുത്തേക്ക് വാ. പിന്നെ നമുക്ക് സമയം കുറവാണ്. ഈ കപ്പൽ യാത്ര കഴിഞ്ഞ് സ്വർഗത്തിൽ എത്തുന്നതിന് മുന്നേ എന്തെങ്കിലും ഒരു തീരുമാനമാക്കണം കേട്ടോ. പക്ഷെ നിങ്ങളുടെ ഹൃദയം കംപ്ലീറ്റ് ആയില്ലെങ്കിൽ, ഈ ത്രാസി വെച്ച് നിങ്ങളുടെ ഹൃദയം തൂക്കി നോക്കാൻ പറ്റിയില്ലെങ്കിൽ, നിങ്ങളെ തീർച്ചയായിട്ടും ഈ നരകത്തിൽ ആത്മാക്കൾ പിടിച്ചുകൊണ്ടുപോയി താഴെ മരുഭൂമിയിലേക്ക് ഇടും. പിന്നെ നിങ്ങൾ എല്ലാ കാലത്തും ഇവിടെ തന്നെ ആയിരിക്കും. നിങ്ങൾ രക്ഷപ്പെടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പെട്ടെന്ന് ചെല്ല്. അങ്ങനെ മാർക്കും സ്റ്റീവനും ആ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് കടക്കുവാണ്. അവിടെ അവർക്ക് വീണ്ടും കാണാൻ പറ്റുന്നത് ആ മെന്റൽ ഹോസ്പിറ്റലിന്റെ ഉൾവശമാണ്. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ നിങ്ങൾക്ക് പലർക്കും ഇങ്ങനെ ഡൗട്ടുകൾ തോന്നുന്നുണ്ടാവും. പക്ഷെ കുഴപ്പമില്ല, ഈ എപ്പിസോഡ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ഇങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഭൂരിഭാഗം കാര്യങ്ങളും ഏറ്റവും ലാസ്റ്റ് പറയുമ്പോഴാണ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുക. അതുവരെ നിങ്ങൾ കഥയിലൂടെ പോയാൽ മതി. മാർക്ക്, ലൈല ഇപ്പൊ നമ്മളില്ലാതെ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക? ലൈലയെ എനിക്കറിയാം സ്റ്റീവൻ. നമ്മളില്ലെങ്കിലും അവള് ഹാരോയെ തടയാൻ വേണ്ടി പോകും. പക്ഷെ അവിടെ നമ്മൾ ജീവനോടെ പുറത്തു വരുമെന്ന് എനിക്കറിയില്ല. അവൾക്ക് ഒറ്റയ്ക്ക് എത്രത്തോളം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ അവൾ തീർച്ചയായിട്ടും ശ്രമിക്കും. അയ്യോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉടനെ എന്തെങ്കിലും ചെയ്യണം. നമുക്ക് സ്വർഗത്തിലേക്ക് പോകണ്ട, നമുക്ക് തിരിച്ച് ശരിക്കുള്ള ലോകത്തിലേക്ക് പോകാൻ പറ്റും. ചിലപ്പോൾ ഹിപ്പോക്ക് എന്തെങ്കിലും വഴി പറയാൻ പറ്റുമായിരിക്കും. പക്ഷെ ആദ്യം നമ്മളുടെ ഹാർട്ട് കംപ്ലീറ്റ് ആവണ്ടേ. സ്റ്റീവൻ, നമ്മൾക്കിത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമ്മൾക്ക് ഇങ്ങനെ പഴയ ഓർമ്മകളിൽ കൂടെ പോകേണ്ട ആവശ്യം എന്താ? ഞാൻ പറഞ്ഞ പോലെ ഈ ഹിപ്പോയെ നമുക്കങ്ങ് തട്ടിയാലോ? ഇപ്പോൾ ഇവിടെ ലൈലി ഉണ്ടായിരുന്നെങ്കിൽ അവൾ എന്റെ കൂടെ നിന്നേനെ. നോ 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 മാർക്ക്, നമുക്ക് വയലൻസ് ഒന്നും വേണ്ട. എന്തിനാ വെറുതെ? പക്ഷെ സ്റ്റീവൻ, നീ ആലോചിച്ച് നോക്ക്, ഇവിടെ ഹിപ്പോ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. നമ്മൾ രണ്ടുപേരുണ്ട്. ഇവിടെ നിന്ന് വല്ല കയറോ കത്തി കിട്ടിയാ ഹിപ്പോയെ ഞാൻ തട്ടിക്കോളാം. പിന്നെ ഈ കപ്പൽ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും ആയിരിക്കില്ല. എടാ മാർക്ക്, നീ പറയുന്നത് ഒരു ദൈവത്തിനെ കൊല്ലുന്ന കാര്യമാ. ടെവരറ്റ് വെറും ഒരു ഹിപ്പോയല്ല, ദൈവമാണത്. അതുകൊണ്ട് നമുക്ക് അവർ പറഞ്ഞ പോലെ ചെയ്യാം. നമുക്ക് രണ്ടുപേർക്കും തമ്മിൽ വല്ല രഹസ്യം ഉണ്ടെങ്കിൽ അതങ്ങോട്ട് പറഞ്ഞാൽ പോരെ. അതത്ര പ്രശ്നമുള്ള കാര്യമാണോ? അതിന് മാത്രം എന്താ ഇപ്പൊ ഒളിച്ചു വെക്കാനുള്ളത്? മാർക്കിന്റെ മുഖം ചെറുതായിട്ട് മാറുന്നുണ്ട്. അതായത് ഒളിപ്പിച്ചു വെക്കാൻ എന്തോ ഉണ്ട്. സ്റ്റീവ് നേരെ ചെന്നൊരു വാതിലിൽ കൂടെ നോക്കുവാണ്. അവിടെ അവന് കാണാൻ പറ്റുന്നത് നമ്മൾ എപ്പിസോഡ് 1ന്റെ അവസാനം കണ്ട സീനാണ്. സ്റ്റീവൻ ആദ്യമായിട്ട് റിഫ്ലക്ഷനിൽ കൂടെ മാർക്കിനെ കാണുന്നതും ആ പേപ്പട്ടി അവനെ പിടിക്കാൻ വരുന്ന സമയത്ത് സ്റ്റീവൻ മാർക്കിന് ബോഡിയുടെ കൺട്രോൾ കൊടുത്ത് മാർക്ക് മൂൺ നൈറ്റ് ആയിട്ട് മാറി ആ പേപ്പട്ടിയെ പഞ്ഞിക്കിടുന്നതും. സ്റ്റീവൻ, നമുക്കത് ചെയ്യേണ്ട ആവശ്യമില്ല. നിനക്കറിയോ, എനിക്ക് പഴയ കാര്യങ്ങളൊന്നും ഭയങ്കരമായിട്ട് ഓർമ്മയില്ല. പിന്നെ ഓർമ്മയുള്ള കാര്യങ്ങളാണെങ്കിൽ അത്ര നല്ലതുമല്ല. അതുകൊണ്ട് നമുക്കത് ചെയ്യേണ്ട സ്റ്റീവൻ. അതിനെന്താ മാർക്ക്, നമുക്കതൊക്കെ ആലോചിച്ചെടുത്താൽ പോരെ. പിന്നെ ഇവിടെ ഓരോ വാതിലിൽ കൂടെ കയറിയാൽ എല്ലാം ശരിയാവും. അങ്ങനെ സ്റ്റീവൻ അടുത്ത വാതിലിന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. അവിടെ അവന് കാണാൻ പറ്റുന്നത് കോൺഷുവും ലൈലയും സ്റ്റീവനും കൂടി രാത്രിയിൽ ആകാശത്തിനെ പിന്നിലേക്ക് തിരിക്കുന്നതാണ്. അവര് മുന്നേ ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെ നേരിട്ട് കാണാൻ പറ്റുമ്പോൾ അവർക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്നു. സ്റ്റീവൻ അങ്ങനെ അടുത്ത വാതിലിന്റെ അടുത്തേക്ക് പോയി. പക്ഷെ അവിടെ സ്റ്റീവന് ഓർമ്മയുള്ള ഒരു മെമ്മറി അല്ല ഉള്ളത്. അവിടെ ഏതോ ഒരു സ്ട്രീറ്റിൽ മാർക്ക് ഒരു കാറിന്റെ അടുത്ത് നിൽക്കുവാണ്. അവൻ എന്തോ കുടിക്കുന്നുണ്ട്. ഏയ് മാർക്ക്, ഇതെനിക്ക് ഓർമ്മയില്ലല്ലോ. ഇതിനെപ്പറ്റി നിനക്ക് എന്നോട് പറയാൻ പറ്റൂ. സ്റ്റീവൻ, നമുക്കിത് ചെയ്യേണ്ട ആവശ്യമില്ല പ്ലീസ്. പിന്നെ ഇതെന്താ? ഇത് ഞാൻ ഏതോ ഒരു സ്ട്രീറ്റിൽ നിൽക്കുന്നതല്ലേ. അതിപ്പോ ഞാൻ എത്ര സ്ട്രീറ്റിൽ പോയിട്ടുണ്ടോ അതൊക്കെ എനിക്ക് ഓർമ്മ കാണൂ. അത് വിട്, നീ വാ, നമുക്ക് വേറെ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കാം പ്ലീസ്. എന്തിനാ മാർക്ക് നീ ഇങ്ങനെ പറയുന്നത്? നിനക്കത് ഓർമ്മയുണ്ടെങ്കിൽ അത് എന്താന്ന് എന്നോട് പറഞ്ഞാൽ പോരെ. ഓ ആക്ച്വലി എനിക്ക് ഓർമ്മയില്ല. ഓർമ്മയില്ലാത്ത കാര്യം ഞാൻ എങ്ങനെ പറയും? ഇതേതോ ഒരു സ്ട്രീറ്റ്, അത്രേ ഉള്ളൂ. ഞാൻ അവിടെ നിൽക്കുന്നു. വാ വാ, നമുക്കൊന്ന് പോവാം. നിനക്ക് ഓർമ്മയുള്ളത് കൊണ്ടല്ലേ മാർക്ക് ഈ വാതിൽ ഇത് കാണിച്ചിരിക്കുന്നത്. നീ എന്താ എന്നെ നിന്ന് മറിക്കുന്നത്? സത്യം പറ. പെട്ടെന്ന് അവിടെ ദൂരെ നിന്ന് ഒരു ആൺകുട്ടിയുടെ കരച്ചിൽ കേൾക്കുവാണ്. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കേട്ടതുപോലെയുള്ള രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കരച്ചിൽ. സ്റ്റീവൻ മാർക്കിനോട് അത് കേട്ടോന്ന് ചോദിക്കുന്നു. മാർക്കൊന്നും മിണ്ടുന്നില്ല. സ്റ്റീവൻ നേരെ അങ്ങോട്ട് ഓടി. മാർക്ക് സ്റ്റീവനെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ സ്റ്റീവൻ നിൽക്കുന്നില്ല. അവൻ എല്ലാ രഹസ്യങ്ങളും അറിയണം. ഇപ്പൊ സ്റ്റീവൻ കയറി ചെല്ലുന്ന റൂമിൽ കുറെ ഡെഡ് ബോഡികളാണ് ഇരിക്കുന്നത്. പക്ഷെ ഈ ഡെഡ് ബോഡികളുടെ മുഖമൊന്നും സ്റ്റീവന് ഓർമ്മയില്ല. അതായത് ഈ മെമ്മറി അല്ലെങ്കിൽ ഓർമ്മ മാർക്കുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. തീർച്ചയായിട്ടും മാർക്ക് കൊന്നു തള്ളിയ ആളുകളായിരിക്കും ഇവിടെ ഇരിക്കുന്ന ശവങ്ങൾ. ഈ കാര്യം സ്റ്റീവന് മനസ്സിലായി. എന്താ മാർക്ക് നോക്കുന്നത്? എനിക്കിതുമായിട്ട് ബന്ധമൊന്നുമില്ല. ഞാൻ ആരെയും കൊല്ലാറില്ല. എന്നാലും നീ ഇത്രയും പേര് കൊന്നു തള്ളിയിട്ടുണ്ടോ? അതും എന്റെ ഈ
ബോഡി വെച്ച് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല മാർക്ക് ആ ഡെഡ് ബോഡികൾ പോയി നോക്കുവാണ്. താൻ കൊന്ന ഓരോരുത്തരെയും മാർക്കിന് ഓർമ്മ വരുന്നു എന്ന് മാത്രമല്ല ഏത് സ്ഥലത്ത് വെച്ചാണ് അവരെ കൊന്നേന്ന് പോലും മാർക്കിന് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഈ സമയത്ത് സ്റ്റീവൻ അവിടെ അനുബിസിന്റെ ത്രാസ് കാണുവാണ്. ഇപ്പൊ അത് നേരത്തെ അത്രയ്ക്ക് ആടുന്നില്ല, അതിന്റെ ആട്ടം കുറഞ്ഞു വരുന്നുണ്ട്. അതായത് ഹൃദയം കുറച്ചുകൂടി കംപ്ലീറ്റ് ആയി തുടങ്ങി. അതിന്റെ കാരണം എന്താ, മാർക്കിന്റെ കുറച്ച് ഓർമ്മകളിലേക്ക് സ്റ്റീവൻ ഇപ്പൊ കടന്നു വന്നല്ലോ. കുറച്ചൊക്കെ രഹസ്യങ്ങൾ സ്റ്റീവൻ അറിഞ്ഞു, അതുകൊണ്ടാണ് ത്രാസിന്റെ ആട്ടം കുറഞ്ഞത്. ഇനി ഇങ്ങനെ എല്ലാ രഹസ്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഈക്വൽ ആവും. അങ്ങനെ ചെയ്യാനാണ് ടെവരറ്റ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് ഡൗട്ട് തോന്നും, ഈ ത്രാസ് കപ്പലിന്റെ ഫ്രണ്ടിലല്ല ഇരുന്ന് പിന്നെ പെട്ടെന്ന് അതെങ്ങനെ ഈ റൂമിലെത്തി? അതാണ് പറഞ്ഞത്, ഈ പരലോകത്ത് അല്ലെങ്കിൽ ഡ്യുവാറ്റിൽ കാര്യങ്ങൾ വർക്കാവുന്ന രീതി തന്നെ വേറെയാണ്. പക്ഷെ ഒരേ ഒരു മിനിറ്റ്, ഇങ്ങനെ കൂടി നിങ്ങൾ ഇടയ്ക്കൊന്ന് ആലോചിച്ച് നോക്ക്. ഇതൊക്കെ ഡോക്ടർ ഹാരോയുടെ മെന്റൽ ഹോസ്പിറ്റലിൽ അയാളുടെ മുന്നിൽ മരുന്ന് കുത്തിവെക്കപ്പെട്ട് മയങ്ങിയിരിക്കുന്ന മാനസിക രോഗിയായ മാർക്കിന്റെ മനസ്സിൽ കാണുന്ന ഒരു ഇമാജിനേഷൻ മാത്രമാണെങ്കിലോ അത് ഇടയ്ക്കൊന്ന് ചിന്തിച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ മാർക്ക് ഇവിടെയുള്ള ഓരോരുത്തരുടെ പേരും അവരെ എവിടെ വെച്ചാണ് കൊന്നതെന്ന് പോലും ഓർത്തെടുക്കുമ്പോൾ സ്റ്റീവൻ അത്ഭുതമായി. മാർക്ക്, നീ ഇത്രയും പേരെ കൊന്നു തള്ളിയിട്ട് ഇവരെയൊക്കെ ഇങ്ങനെ ഓർത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട് സ്റ്റീവൻ. ഇവിടെ ഇരിക്കുന്നവരൊന്നും പാവങ്ങളല്ല, ഇവരൊക്കെ ക്രിമിനൽസാ. പാവങ്ങളെ കൊല്ലുന്നവര്, മോശം കാര്യങ്ങൾ ചെയ്യുന്നവർ, മനുഷ്യരെന്ന് വിളിക്കാൻ പോലും യോഗ്യതയില്ലാത്തവരാണ് ഇവിടെ ഇരിക്കുന്നത്. ഖോൻഷു ഇവരെ ശിക്ഷിക്കാൻ എന്നെയാണ് ഏൽപ്പിച്ചത്, അതുകൊണ്ടാണ് ഞാൻ ഇവരെയൊക്കെ കൊന്നത്. ഖോൻഷു ജഡ്ജ്മെന്റ് നടപ്പിലാക്കുന്നത് അങ്ങനെയാണ്, ഒരാൾ ചെയ്ത കുറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ, അല്ലാതെ അമിത്തിന്റെ പോലെയല്ല. ഖോൻഷുവിനോട് പറയുമായിരുന്നു രാത്രിയിലെ യാത്രക്കാരെ സംരക്ഷിക്കണമെന്ന്, അതായത് തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കണമെന്നാണ് ഖോൻഷുവിനോട് പറയുന്നത്. പാവങ്ങളെ സംരക്ഷിക്കണമെന്ന്. ഞാനത് ചെയ്തു, കാരണം എനിക്ക് പുതിയൊരു ജീവൻ തന്നത് ഖോൻഷുവാണ്. അവനെ സേവിക്കേണ്ടത് എന്റെ കടമയായിരുന്നു. അത് ശരി മാർക്ക്, പക്ഷേ നീ കൊന്ന ഓരോരുത്തരെയും നിനക്ക് എങ്ങനെ ഓർമ്മയിരിക്കുന്നത്? സ്റ്റീവൻ, നീ ഒരാളെ കൊന്നു നോക്ക്, അപ്പൊ നിനക്ക് മനസ്സിലാവും ഓരോരുത്തരുടെ മുഖവും നിനക്ക് ഓർമ്മയുണ്ടാവും ഇല്ലയോ എന്ന്. നമ്മൾ ഒരാളെ കൊന്ന അയാളുടെ മുഖം നമുക്ക് പിന്നെ മറക്കാൻ പറ്റില്ല സ്റ്റീവൻ. മരിക്കുന്നവരെ നമുക്ക് മറക്കാൻ പറ്റില്ല, അത് നമ്മളെ വേട്ടയാടും. ഇവരെയൊക്കെ കൊല്ലുന്ന സമയത്ത് ഇവരിൽ ഒരാളെങ്കിലും എന്നെ കൊന്നിരുന്നെങ്കിലെന്ന് ഞാൻ ആശിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിലും ഇതൊക്കെ ഒന്ന് അവസാനിക്കുമായിരുന്നു. എനിക്ക് കൊല്ലാൻ ഇഷ്ടമുണ്ടായിട്ടല്ല, പക്ഷെ എനിക്ക് ചെയ്യേണ്ടി വന്നു. ഖോൻഷുവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നെങ്കിലും അത് പിന്നീട് എനിക്കൊരു ശാപമായിട്ട് മാറി. പക്ഷെ മാർക്ക് ഇത്രയും കാര്യങ്ങൾ തുറന്നു പറഞ്ഞു കഴിയുമ്പോൾ ആ ത്രാസിന്റെ ആട്ടം പിന്നെയും കുറയുവാണ്. ഇപ്പൊ മാർക്കിന്റെ കുറച്ച് രഹസ്യങ്ങൾ കൂടി സ്റ്റീവൻ അറിഞ്ഞു. സോ അവരുടെ ഹൃദയങ്ങൾ കുറച്ചുകൂടി കംപ്ലീറ്റ് ആയി. ഇത് കണ്ട് മാർക്കിനും അത്ഭുതമായി. അതായത് ടെവരറ്റ് പറഞ്ഞതിൽ കാര്യമുണ്ട്. ഓക്കെ സ്റ്റീവൻ, ഓക്കെ ശരി, എനിക്ക് മനസ്സിലായി. അപ്പൊ ഇനി എന്താ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതാരാ മാർക്ക്? ആ ചെറിയ കുട്ടി ഏതാ? നീ കൊന്നു അവനെയും, ഞാനൊരു കുട്ടിയും കൊന്നിട്ടില്ലല്ലോ, നീ എന്താ പറയുന്നത്? മാർക്ക് അങ്ങോട്ട് നോക്കുമ്പോ അവിടെ ഒരു ചെറിയ പയ്യൻ നിൽക്കുന്നുണ്ട്. പക്ഷെ ആ പയ്യന്റെ മുഖം കണ്ടപ്പോ മാർക്കിന് പെട്ടെന്ന് പേടിയാവാൻ തുടങ്ങി. മാർക്ക് സ്റ്റീവനോട് ആ കുട്ടിയുടെ അടുത്തേക്ക് പോരുതെന്ന് പറയുന്നു. പക്ഷെ സ്റ്റീവൻ നിൽക്കുന്നില്ല. ഹായ് മോനെ, നീ എന്താ ഇവിടെ? വഴി തെറ്റിയതാണോ? നിക്ക്, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. സ്റ്റീവൻ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്ക് ആ കുട്ടി ഓടുവാണ്. സ്റ്റീവനും പിന്നാലെ തന്നെ ഓടുന്നു. സ്റ്റീവനെ തടയാൻ വേണ്ടി മാർക്കും പിന്നാലെ ഓടുന്നു. ആ കുട്ടി ഒരു റൂമിന്റെ ഉള്ളിലേക്ക് കയറി വാതിലടച്ചു. സ്റ്റീവൻ ഓടിക്കേറി. എന്നിട്ട് മാർക്ക് തന്നെ തടയാതിരിക്കാൻ വേണ്ടി ആ വാതിൽ സ്റ്റീവൻ അടയ്ക്കുവാണ്. അപ്പൊ സ്റ്റീവന് മനസ്സിലായി ആ കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു ഓർമ്മ മാർക്കിനുണ്ട്. അത് സ്റ്റീവൻ അറിയരുതെന്ന് മാർക്ക് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മാർക്ക് അവനെ തടയാൻ നോക്കുന്നത്. സ്റ്റീവൻ പ്ലീസ് വാതിൽ തുറക്കടാ. എടാ നീ ഇതൊന്നും കാണരുത്, പ്ലീസ് വാതിൽ തുറക്ക്, ഞാനല്ല പറയുന്നത് സ്റ്റീവൻ. പക്ഷെ സ്റ്റീവൻ അതൊന്നും കേൾക്കുന്നില്ല. മാർക്ക് പെട്ടെന്ന് പോയി വേറെ വല്ല വാതിലേക്കൂടെ അങ്ങോട്ട് എത്താൻ പറ്റുമോ എന്ന് നോക്കുന്നു. സ്റ്റീവൻ നേരെ ചെല്ലുമ്പോൾ കാണുന്നത് അവനെ വളരെ ഹാപ്പി ആക്കുന്ന ഒരു കാഴ്ചയാണ്. അവൻ എന്നും വിളിക്കാറുള്ള അവന്റെ അമ്മയെയാണ് സ്റ്റീവന് കാണാൻ പറ്റുന്നത്. അതായത് അവന്റെ കുട്ടിക്കാലത്തെ അമ്മയെ കണ്ട് സ്റ്റീവന് ഭയങ്കര സന്തോഷമായി. പക്ഷേ അടുത്തതായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് സ്റ്റീവന് ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആക്കുന്നത്. നമ്മൾ തൊട്ടുമുന്നേ കണ്ട അങ്ങോട്ട് ഓടിക്കയറിയ കുട്ടി സ്റ്റീവന്റെ അനിയനായിരുന്നു. പക്ഷെ തനിക്ക് അങ്ങനെ ഒരു അനിയനുള്ളതായിട്ട് സ്റ്റീവൻ ഓർമ്മ വരുന്നില്ല. സ്റ്റീവന്റെ അനിയൻ ഒരു ചിത്രം വരയ്ക്കുന്നുണ്ട്. അത് ഒറ്റച്ചിറകുള്ള ഒരു മീനാണ്. സ്റ്റീവൻ ഗോൾഡ് ഫിഷിനെ വളർത്തുന്ന കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. കഴിഞ്ഞ എപ്പിസോഡിൽ ആ ഗോൾഡ് ഫിഷിന്റെ ശരിക്കുള്ള പേര് ഗസ് എന്നാണെങ്കിലും ഞാനത് തെറ്റി ഫിൻ എന്നാണ് പറഞ്ഞത്. അത് കുറെ പേര് പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞിരുന്നു. വെരി ഗുഡ്, എന്തായാലും നിങ്ങൾ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. അതെന്താണ് കാര്യം എന്ന് വെച്ചാൽ മീനിന്റെ ചെറുകിനെ ഫിൻ എന്നാണ് പറയാ. അപ്പൊ ഒറ്റച്ചെറുകുള്ള ഗസ് എന്ന് പറയുന്നതിന് പകരം ഒറ്റച്ചെറുകുള്ള ഫിൻ എന്ന് പറഞ്ഞുപോയി. അങ്ങനെ പറ്റിയതാ. എനിവേ സ്റ്റീവന്റെ അനിയനാണ് ഈ ഒറ്റച്ചെറുകുള്ള മീനിനെ വരയ്ക്കുന്നത്. കുട്ടിയായിട്ടുള്ള സ്റ്റീവൻ പറയാൻ തുടങ്ങി, അമ്മ ഇവ മീനിനെ വരച്ചേക്കുന്ന കണ്ടോ, അതിന് ഒരു ചെറുകേ ഉള്ളൂ. എന്തിനാ മാർക്ക് അനിയനെ കളിയാക്കുന്നത്? അവനോട് ഇങ്ങനെയൊന്നും പറയില്ല കേട്ടോ. ഇവിടെ സ്റ്റീവന്റെ അമ്മ അവനെ മാർക്ക് എന്നാണ് വിളിച്ചത്. ഇവിടെ നടന്ന ഈ കാര്യങ്ങളൊന്നും സ്റ്റീവന് ഓർമ്മയുമില്ല. എന്തായാലും അമ്മ അങ്ങനെ വിളിച്ചതുകൊണ്ട് ഈ ചെറിയ കുട്ടിയെ നമ്മൾക്ക് മാർക്ക് എന്ന് വിളിക്കാം. അപ്പൊ ഇവിടെ മാർക്കിന്റെ അച്ഛനും അമ്മയും അനിയനും ഉണ്ട്. അമ്മ അവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അവർക്ക് കഴിക്കാൻ സമയമായി. ഇപ്പൊ മാർക്കും അനിയനും കൂടി പുറത്തേക്ക് കളിക്കാൻ വേണ്ടി പോവാണ്. അച്ഛൻ ദൂരേക്കൊന്നും പോരുതെന്ന് അവരോട് പറയുന്നുണ്ട്. പെട്ടെന്ന് അമ്മ അങ്ങോട്ട് വരുന്നു. ഏയ് മാർക്ക് നിക്ക്, നിന്റെ അനിയന്റെ മേലെ എപ്പോഴും ഒരു കണ്ണു വേണം കേട്ടോ, അവനൊന്നും പറ്റാതെ നോക്കണേ. മാർക്ക് ഓക്കെ എന്ന് പറഞ്ഞ അനിയന്റെ കൂടെ പോകുന്നു. മാർക്കിന്റെ അനിയന്റെ പേര് റാൻഡാൽ സ്പെക്ടർ എന്നാണ്. അമ്മ അവന് വിളിക്കുന്നത് റോ എന്നാണ്. ഇതൊന്നും സ്റ്റീവന് ഓർമ്മ വരുന്നില്ല. എന്തായാലും കുട്ടികളുടെ പിന്നാലെ സ്റ്റീവൻ പോകുന്നു. ഒരു കാട് പിടിച്ച സ്ഥലത്തേക്കാണ് അവർ പോകുന്നത്. നമ്മൾ ഈ കുട്ടിക്കാലത്തൊക്കെ സിനിമയിൽ കണ്ട ഓരോ കഥാപാത്രങ്ങളായിട്ട് അഭിനയിക്കാറില്ലേ, വെറുതെ അതുപോലെ നമ്മൾ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചെയ്യും. ഇവിടെ ചെറുപ്പത്തിലെ മാർക്കും അവന്റെ അനിയനായിട്ടുള്ള റോറോയും ടൂം ബസ്റ്റർ എന്ന് പറയുന്ന ആ സിനിമ കുറെ കണ്ടിട്ടുണ്ട്. അവരതിന്റെ ഫാൻസ് ആണ്. അതേതാ പടം നിങ്ങൾക്ക് മനസ്സിലായോ? കഴിഞ്ഞ എപ്പിസോഡിൽ അതിലെ ഒരു സീൻ നമ്മൾ കണ്ടിരുന്നു. മാർക്ക് സ്പെക്ടർ മെന്റൽ ഹോസ്പിറ്റലിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടെന്ന് പറയുന്ന അതേ ടൂം ബസ്റ്റർ. അതിലെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടറാണ് ഡോക്ടർ സ്റ്റീവൻ ഗ്രാൻഡ്. ഇങ്ങനെ പുരാതനമായിട്ടുള്ള നിധിയൊക്കെ കണ്ടെത്താൻ വേണ്ടി പോകുന്ന ഒരു ആർക്കിയോളജിസ്റ്റ്. അയാളുടെ കൂടെ ഒരു അസിസ്റ്റന്റും ഉണ്ട്. സോ ഈ കുട്ടിയായിട്ടുള്ള മാർക്കും അനിയനും ആ സിനിമ കണ്ട് ഫാൻസ് ആയതുകൊണ്ട് ഇവർ അതുപോലെ അഭിനയിക്കാൻ തുടങ്ങി. അതായത് മാർക്ക് ഡോക്ടർ സ്റ്റീവൻ ഗ്രാൻഡിനെ പോലെയും അനിയൻ അസിസ്റ്റന്റിനെ പോലെയും. അവരിപ്പോ കാടിന്റെ ഉള്ളിൽ എന്തോ
ഏതോ നിധി അന്വേഷിച്ചു പോകുന്ന പോലെയൊക്കെയാണ് ജസ്റ്റ് അഭിനയിക്കുന്നത്. അതായത് ഒരു കുട്ടിക്കളി. മിസ്റ്റർ അസിസ്റ്റന്റ്, നമ്മളിപ്പോ ചെല്ലുന്നത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലത്തേക്കാ, സൂക്ഷിക്കണം. അതിനെന്താ മിസ്റ്റർ സ്റ്റീവൻ ഗ്രാൻഡ്, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടല്ലോ, പിന്നെ ഇതിനെ ഞാൻ പേടിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞ് മാർക്കും അനിയനും അങ്ങോട്ട് പോകാൻ തുടങ്ങി. പക്ഷേ സ്റ്റീവൻ ഗ്രാൻഡ് എന്നുള്ള പേരിങ്ങനെ വിളിക്കുന്നത് കേൾക്കുമ്പോൾ അത് സ്റ്റീവന് കേട്ടിട്ട് എന്തോ പോലെ തോന്നുന്നു. പെട്ടെന്ന് അവിടെ മഴ പെയ്യാൻ തുടങ്ങി. മഴ പെയ്ത വീട്ടിലേക്ക് വരണമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടെന്ന് മാർക്കിനോട് അനിയൻ പറയുന്നു. പക്ഷേ മാർക്ക് അത് കേൾക്കാതെ നമുക്ക് മുന്നോട്ട് പോകാന്നാണ് പറയുന്നത്. അവർ രണ്ടുപേരും പിന്നെയും പോയി. ഈ സമയത്ത് സ്റ്റീവൻ ഒരു പക്ഷിയുടെ അസ്ഥികൂടത്തിന്റെ മേൽ കാലെടുത്ത് വെക്കുവാണ്. അത് കണ്ടാൽ ശരിക്കും ഖോൺഷുവിനെ പോലെ തോന്നും. കുട്ടിയായിട്ടുള്ള മാർക്കും അനിയനും കൂടി ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് ഓടി കയറുവാണ്. മഴ കൂടാൻ തുടങ്ങി. അങ്ങനെ മഴ കൂടിയപ്പോ പുറത്തുനിന്ന് വെള്ളം ആർത്തലച്ച് ഗുഹയുടെ ഉള്ളിലേക്ക് കയറാനും തുടങ്ങി. സ്റ്റീവന് മനസ്സിലായി ആ കുട്ടികൾ അപകടത്തിലാണെന്ന്. ഹലോ പിള്ളേരെ, നിങ്ങൾ പെട്ടെന്ന് പുറത്തേക്ക് വാ, ദേ മഴ പെയ്യുന്നുണ്ട്, വെള്ളം ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. ഹലോ, ഹേയ്, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? നിങ്ങൾ ഇനി മുന്നോട്ട് പോലെ, പിന്നെ അവിടെ നിന്ന് വരാൻ പറ്റില്ല, ദേ വെള്ളം കയറിക്കൊണ്ടിരിക്കുക, പെട്ടെന്ന് പുറത്തേക്ക് വരാൻ നോക്ക്, ഞാൻ നിങ്ങളെ വീട്ടിൽ കൊണ്ടാക്കാം. ഇങ്ങനെ പറഞ്ഞ് സ്റ്റീവൻ അങ്ങോട്ട് പോവാണ്. പക്ഷെ പതുക്കെ പതുക്കെ വെള്ളം മുകളിലേക്ക് ഉയരാൻ തുടങ്ങി. സ്റ്റീവന് ആ കുട്ടികളെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഈ സമയത്ത് നമ്മുടെ മാർക്കാണെങ്കിൽ മെന്റൽ ഹോസ്പിറ്റലിലെ ഓരോ വഴികളിൽ കൂടിയും ഓരോ വാതിലുകളിൽ കൂടിയും ഇങ്ങനെ ഓടിപ്പോയി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ സ്റ്റീവനെ കാണാൻ പറ്റുന്നുണ്ടോന്ന്. അങ്ങനെ കാണുകയാണെങ്കിൽ സ്റ്റീവനെ പെട്ടെന്ന് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാനാണ് മാർക്ക് നോക്കുന്നത്. പക്ഷെ എന്തിന്? എന്താണ് മാർക്കിന്റെ പ്രശ്നം? എന്തോർമ്മയാണ് സ്റ്റീവൻ അറിയരുതെന്ന് മാർക്ക് ആഗ്രഹിക്കുന്നത്? മാർക്ക് നേരെ ഓടി വേറൊരു വാതിലിന്റെ അടുത്ത് ചെല്ലുമ്പോഴേക്കും അവനാകെ സ്തംഭിച്ച് നിൽക്കുവാണ്. കാരണം അവന്റെ തൊട്ടുമുന്നിലായിട്ട് കാണാൻ പറ്റുന്നത് അവന്റെ അമ്മയെയാണ്. മാർക്കിന് അവന്റെ അമ്മയെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ സമയത്ത് സ്റ്റീവൻ ആ ഗുഹയിൽ നിന്ന് മാർക്കിന്റെയോ അവന്റെ അനിയന്റെയോ കരച്ചിൽ കേൾക്കുവാണ്. ഞങ്ങളാരെങ്കിലും വന്ന് രക്ഷിക്കണമെന്നുള്ള ആ കുട്ടികളുടെ കരച്ചിൽ സ്റ്റീവന്റെ ചെവിയിലേക്ക് വന്ന് കയറാൻ തുടങ്ങി. പക്ഷെ സ്റ്റീവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. സ്റ്റീവന്റെ അനിയൻ അമ്മയെ കാണണമെന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. ഈ സമയത്ത് സ്റ്റീവന് മുന്നിലേക്ക് കടക്കാനും അവരെ രക്ഷിക്കാനും പറ്റുന്നില്ല. പക്ഷെ കുട്ടികളുടെ ശബ്ദത്തിൽ നിന്ന് സ്റ്റീവൻ ഒരു കാര്യം മനസ്സിലായി. മാർക്കും റോറോയും ഗുഹയിലേക്ക് ഒഴുകി വന്ന വെള്ളത്തിന്റെ ഒപ്പം വേറെ വേറെ വഴികളിലേക്കാണ് ഒഴുകി പോകുന്നത്. അവർ രണ്ടുപേരും വേറെ വേറെ സ്ഥലത്തായി. ഈ സമയത്ത് മാർക്കിന്റെ കൺട്രോൾ പോകാൻ തുടങ്ങി. അവനാകെ ടെൻഷനിലാണ്. അവൻ സ്വയം പറയാൻ തുടങ്ങി, നോ, ഇതൊന്നും റിയൽ അല്ല, ഇതൊക്കെ എന്റെ വെറും ഒരു ഓർമ്മ മാത്രമാണ്. ഡോക്ടർ ഹാര് പറഞ്ഞായിരിക്കും ശരി, ഞാനൊരു മെന്റൽ പേഷ്യന്റ് ആണ്, ഇതൊക്കെ എന്റെ വെറും തോന്നല. ഇപ്പൊ കുട്ടികളുടെ കരച്ചിലൊക്കെ നിലച്ചു. മാർക്ക് തന്റെ തൊട്ടടുത്തുള്ള ഡോറിക്കോടെ നോക്കുവാണ്. അവിടെ മാർക്കിന്റെ വീടിന്റെ ഉൾവശമാണ് കാണുന്നത്. അവൻ വാതിൽ തുറന്ന് അങ്ങോട്ട് കടന്നു ചെല്ലുവാണ്. അവിടെ മാർക്കിന്റെ അമ്മ ഇരിക്കുന്നുണ്ട്. അവരുടെ മുഖത്തൊരു എക്സ്പ്രഷൻ പോലും ഇല്ല. അതായത് അവർ മാനസികമായിട്ട് ഒരുപാട് തളർന്നാണ് ഇരിക്കുന്നത്. എല്ലാവരും ഡ്രസ്സ് ധരിച്ചിരിക്കുന്നത് ആരോ മരിച്ച ശേഷമുള്ള ഒരു ചടങ്ങിന് വന്നിരിക്കുന്ന രീതിയിലാണ്. കറുത്ത വസ്ത്രം, സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചിരിക്കുന്നു. അതായത് ആ ഗുഹയുടെ ഉള്ളിൽ വെച്ച് മാർക്കും റോറോയും വേറെ വേറെ വഴിക്ക് ഒഴുകിപ്പോയി. പക്ഷേ റോറോ വെള്ളത്തിനടിയിൽപ്പെട്ട് മുങ്ങി മരിച്ചു. മാർക്ക് എങ്ങനെയോ രക്ഷപ്പെട്ടു. തൊട്ടു മുന്നത്തെ സീനുകളിൽ അമ്മയ്ക്ക് റോറോയോടുള്ള സ്നേഹം എത്രയാണെന്ന് നമുക്ക് മനസ്സിലായതാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ മോനെ നഷ്ടപ്പെട്ടാണ് മാർക്കിന്റെ അമ്മ അവിടെ ഇരിക്കുന്നത്. അവരുടെ പേര് വെൻഡി എന്നാണ്. ഭർത്താവ് വന്ന് വെൻഡിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവര് മനസ്സ് മരിച്ച നിലയിലാണ്. അവിടെ തൊട്ടടുത്തായിട്ട് സ്റ്റീവനും ഇരിക്കുന്നുണ്ട്. ആ ഗുഹയുടെ ഉള്ളിൽ നിന്ന് എങ്ങനെയോ സ്റ്റീവനോടേക്ക് എത്തി. മറ്റൊരു ഡോറിൽ കൂടെ ആയിരിക്കാം സ്റ്റീവൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ അനിയനായിട്ടുള്ള റോറോ മരിച്ചെന്ന് അറിഞ്ഞപ്പോ അത് സ്റ്റീവന് സഹിക്കാൻ പറ്റുന്നില്ല. ഇതൊന്നും സ്റ്റീവന് ഓർമ്മയില്ല. അതാണ് ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം. സ്റ്റീവൻ കണ്ണു നിറഞ്ഞ് ആകെ വയ്യാത്ത പോലെയാണ് അവിടെ ഇരിക്കുന്നത്. മാർക്ക് വന്ന് സ്റ്റീവനെ വിളിക്കുമ്പോൾ പോലും സ്റ്റീവൻ ആ ഷോക്കിലാണ് ഇരിക്കുന്നത്. എന്നെ ആശ്വസിപ്പിച്ചിട്ട് കാര്യമില്ല, എനിക്ക് എന്റെ മോനെ തിരിച്ചു വേണം, എനിക്ക് എന്റെ റോറോയെ തിരിച്ചു വേണം, നിങ്ങൾ കൊണ്ട് തരാൻ പറ്റുമോ? ഈ സമയത്ത് കുട്ടിയായിട്ടുള്ള മാർക്ക് അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. മാർക്ക് അമ്മയുടെ അടുത്തേക്ക് വരുന്നില്ല. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അമ്മയ്ക്ക് മാർക്കിനോട് ദേഷ്യമാണ്. അത് കുട്ടിയായിട്ടുള്ള മാർക്കിനെ അറിയുകയും ചെയ്യാം. നീ എന്താ ഇവിടെ ചെയ്യുന്നത്? എന്തിനാ ഇങ്ങോട്ട് വന്നത്? നിനക്ക് ഇവിടെ നിൽക്കാൻ ഒരു അർഹതയുമില്ല. നിന്റെ അനിയനെ നോക്കിക്കോളാന്ന് നീ പറഞ്ഞതല്ലേ? എന്നിട്ട് നീ അവനെ കൊണ്ട് കൊലക്കി കൊടുത്തില്ലേ? നീ ഇവിടെ നിൽക്കണ്ട. അവൻ മരിക്കാൻ കാരണം നീ അവനെ കൊന്നത്. ഇതൊക്കെ നിന്റെ തെറ്റാ, ഇതൊക്കെ നിന്റെ തെറ്റാ, നിന്റെ മാത്രം. അമ്മയുടെ വാക്കുകൾ കേട്ട് സഹിക്കാൻ പറ്റാത്ത മാർക്ക് നേരെ മുകളിലെ നിലയിലേക്ക് ഓടിപ്പോയി. ഈ കാര്യങ്ങൾ സ്റ്റീവന് ഓർമ്മ വരുന്നില്ലെങ്കിലും അമ്മ തന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് സ്റ്റീവന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. താൻ എന്നും കോളയാറുള്ള അമ്മ തന്നെയാണോ ഇത്? അമ്മ ഇങ്ങനെ പെരുമാറാറില്ലല്ലോ. ഇങ്ങനെയാണ് സ്റ്റീവൻ ചിന്തിക്കുന്നത്. മുകളിലേക്ക് ഓടിപ്പോയ കുട്ടി മാർക്കിന്റെ കൂടെ സ്റ്റീവൻ ഓടിക്കയറി. അവൻ ചെല്ലുന്നത് മറ്റൊരു ഓർമ്മയിലേക്കാണ്. ഇന്ന് മാർക്കിന്റെ ബർത്ത്ഡേ ആണ്. കേക്കൊക്കെ മുറിക്കാൻ വേണ്ടി അച്ഛനും അവനും കൂടി റെഡിയായി. അവിടെ കേക്കിന് മെഴുകുതിരിയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ അമ്മ അങ്ങോട്ട് വരുന്നില്ല. അവർക്ക് ഇപ്പോഴും മാർക്കിനോട് ദേഷ്യമാണ്. അച്ഛൻ മാർക്കിനോട് അമ്മയ്ക്ക് തൽക്കാലം വയ്യ മോനെ, അതുകൊണ്ട് അമ്മ ഇന്ന് വരില്ല എന്ന് പറയുന്നു. പക്ഷെ മാർക്കിന് അറിയാം അമ്മയ്ക്ക് അവനോടുള്ള ദേഷ്യം കാരണമാണ് വരാത്തതെന്ന്. ഈ കൊല്ലം മാത്രം നമുക്ക് രണ്ടുപേർക്കും ആഘോഷിക്കാമെന്ന് മാർക്കിന്റെ അച്ഛൻ പറയുന്നു. മാർക്ക് കേക്കിലേക്ക് ശ്രദ്ധിക്കാതെയാണ് ആ മെഴുകുതിരികൾ ഊതിക്കെടുത്തുന്നത്. ഒരു മെഴുകുതിരി ഊതാൻ പോലും അവൻ മറന്നുപോയി. അവൻ അപ്പോഴും നോക്കുന്നത് തന്റെ അമ്മ വരുമോ ഇല്ലയോ എന്നാണ്. അമ്മയുടെ സ്നേഹം അവൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതവന് കിട്ടുന്നില്ല. മാർക്ക് ഇപ്പോഴും ഒരു കുട്ടി മാത്രമാണ്. പക്ഷെ അമ്മ അവനെ ഒരു ശത്രുവായിട്ടാണ് കാണുന്നത്. ബാക്കി വന്ന മെഴുകുതിരി കെടുത്തുന്നത് അച്ഛനാണ്. അച്ഛന് മാർക്കിനോട് ഇഷ്ടക്കേടൊന്നുമില്ല. അവൻ ആകെ കൂടി ശ്രദ്ധിക്കുന്ന അച്ഛനാണ്. ബർത്ത്ഡേ ആയിട്ടും മാർക്ക് ഒട്ടും തന്നെ ഹാപ്പി അല്ല. അവന്റെ അമ്മയെ നഷ്ടപ്പെട്ടു. അതായത് അമ്മ ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ അവൻ അമ്മയെ നഷ്ടപ്പെട്ടു. അമ്മയുടെ സ്നേഹം അവന് കിട്ടാറില്ല. ഇത് കണ്ട് മനസ്സ് വിറങ്ങലിച്ച് നിൽക്കുവാണ് സ്റ്റീവൻ. പക്ഷെ എത്ര വിഷമമുണ്ടെങ്കിലും അവൻ എല്ലാ കാര്യങ്ങളും അറിയണമായിരുന്നു. സ്റ്റീവൻ വീണ്ടും സ്റ്റെയർ കേസിലൂടെ മുകളിലേക്ക് ഓടിക്കയറി. അവൻ എത്തുന്നത് മറ്റൊരു ഓർമ്മയിലേക്കാണ്. ഇന്ന് അവന്റെ മറ്റൊരു ബർത്ത്ഡേ ആണ്. പക്ഷെ അവന്റെ അമ്മ ആൽക്കഹോളിന് അഡിക്റ്റ് ആയി മാറി. അവരെപ്പോഴും മദ്യം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് വളരെ ദേഷ്യത്തോടെ മാർക്കിനോട് പറയാൻ തുടങ്ങി, നീ നിന്റെ അനിയനെ കൊന്നു. നിനക്ക് നിന്റെ അനിയനോട് അസൂയായിരുന്നല്ലേ? അനിയൻ ജനിച്ചപ്പോ നിന്റെ മേലുള്ള ശ്രദ്ധയൊക്കെ പോയി എന്ന് നിനക്ക് തോന്നി. അങ്ങനെ അവനെ കൊല്ലണമെന്ന് നീ തീരുമാനിച്ചു. അതിനല്ലേ നീ അവനെ ഗുഹയിലേക്ക് കൊണ്ടുപോയത്. നീയല്ല അവനെ കൊന്നത്. നീ ഇങ്ങനെയുള്ള ഒരുത്തനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നിന്റെ അനിയനെ ഞാൻ നിന്റെ കൂടെ വിടില്ലായിരുന്നു. നീ ഇതിനെ അനുഭവിക്കും, നീ അനുഭവിക്കും. അമ്മ ഇങ്ങനെ പറയുന്നതായിട്ട്
കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ കുട്ടിയായിട്ടുള്ള മാർക്ക് മേശയിലുള്ള ഒരു ഗ്ലാസ് മറ്റേ തട്ടിമറിച്ചിട്ട് നേരെ വീടിന്റെ മുകളിലേക്ക് ഓടിക്കയറുവാണ്. ഇത് കണ്ട് സ്റ്റീവന് ഭയങ്കര സങ്കടമായി. തന്റെ അമ്മ തന്നെയാണോ ഇത്? എന്തിനാ അമ്മ കുട്ടിയോട് ഇങ്ങനെ പറയുന്നത്? അവന് വിഷമാവില്ലേ? അങ്ങനെ പറഞ്ഞ് സ്റ്റീവൻ വീണ്ടും കുട്ടിയായിട്ടുള്ള മാർക്കിനെ കാണാൻ വേണ്ടി സ്റ്റെയർ കേസിലൂടെ മുകളിലേക്ക് ഓടുവാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് തോന്നും ഈ വീടിന് എത്ര നിലയുണ്ടെന്ന്. ആക്ച്വലി ഇത് ഡ്യുവാറ്റ് ആണ്. ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് വർക്കാവുന്നത്. കുട്ടിയായിട്ടുള്ള മാർക്ക് ഒരു റൂമിലേക്ക് കയറി വാതിലടച്ചു. സ്റ്റീവൻ വാതിൽ തുറന്ന് അങ്ങോട്ട് കടക്കാൻ ശ്രമിക്കുവാണ്. പക്ഷെ അപ്പോഴേക്കും മാർക്ക് വന്ന് അവൻ അവിടെ നിന്ന് പിടിച്ചു മാറ്റുവാണ്. അവർ നേരെ ഒരു സ്ട്രീറ്റിലേക്കാണ് എത്തുന്നത്. മാർക്ക് എന്നെ വീട്, നീ എന്നിൽ നിന്ന് എന്തൊക്കെയോ ഒളിപ്പിക്കുന്നുണ്ട്, എനിക്കതൊക്കെ അറിയണം. എന്താ നമ്മളുടെ അമ്മ ഇങ്ങനെ പെരുമാറുന്നത്? എനിക്കെന്നതൊന്നും ഓർമ്മയില്ലാത്തത്. ആ റൂമിനുള്ളിൽ വെച്ച് എനിക്ക് എന്താ സംഭവിച്ചെന്ന് എനിക്കറിയണം. വിടാൻ. സ്റ്റീവൻ നിർത്ത്, മതി. ഞാൻ പറഞ്ഞില്ലേ മതിയാക്കാൻ. നീ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞത് തന്നെ അധികമാണ്. മതി, നിർത്ത്. ഇനി നീ ഒന്നും അറിയണ്ട. നീ എന്തിനാ മാർക്ക് നമ്മളുടെ അമ്മയെ അങ്ങനെ ചിന്തിക്കുന്നത്? നിന്റെ ഓർമ്മയല്ലേ ഞാൻ കണ്ടത്. എനിക്കെന്താതൊന്നും ഓർമ്മയില്ലാത്തത് എനിക്കറിയില്ല. പക്ഷെ നമ്മളുടെ അമ്മ ഒരു പാവല്ലേ? നീ എന്തൊക്കെയോ ഓർത്ത് വെച്ചിരിക്കുന്നത്? നമ്മളുടെ അമ്മ നമ്മളോട് എങ്ങനെ അങ്ങനെ പെരുമാറാ? ഒരു കുട്ടിയോട് അങ്ങനെ ഒരു അമ്മ പെരുമാറോ? ഒരിക്കലും ഇല്ല. പക്ഷെ എനിക്ക് പോകണം, എനിക്കതൊക്കെ കാണണം. മാർക്ക് വിട് മാർക്ക്, ഞാൻ പോട്ടെ. നീ എന്നിൽ നിന്ന് എന്തോ ഒളിക്കാൻ ശ്രമിക്കുന്ന മാർക്ക്. പ്ലീസ് സ്റ്റീവ, നിന്നോടല്ല പറഞ്ഞു പോകണ്ടെന്ന്. അത് ശരിയല്ല, അതൊന്നും നീ കാണണ്ട. അതെന്താന്നാ ചോദിച്ചേ? എനിക്കറിയണ്ടേ? എന്നെ കൂടി കുട്ടിക്കാലമല്ലേ അത്. ഈ സമയത്ത് ആ സ്ട്രീറ്റിൽ വെച്ച് സ്റ്റീവൻ മറ്റൊരു കാഴ്ച കാണുവാണ്. ഇപ്പൊ കുട്ടിയായിട്ടുള്ള മാർക്ക് വളർന്നു. അവനൊരു ടീനേജിലെത്തി. അവൻ ആ വീട് വിട്ട് പോവുകയാണ്. അതായത് അത്രയും കാലം അമ്മ അവനോട് അങ്ങനെ തന്നെയാണ് പെരുമാറിയത്. അമ്മയിൽ നിന്ന് അവന് സ്നേഹം കിട്ടിയിട്ടില്ല. പക്ഷെ അച്ഛൻ അവന് ഇഷ്ടമാണ്. അച്ഛൻ പോകരുതെന്ന് പറയുന്നുണ്ട്. മോനെ, എടാ അമ്മയോട് ഞാൻ പറയാം, നീ എന്നെ വിട്ട് പോവല്ലേ. മാർക്ക് ഇത് അച്ഛനല്ലേ? അപ്പൊ നമ്മൾ ചെറുപ്പത്തിലെ തന്നെ വീട് വിട്ട് പോന്നോ? എന്നോട് ഞാൻ പറഞ്ഞില്ല സ്റ്റീവനെ ഒന്നും കാണണ്ടാന്ന്. പ്ലീസ് നമുക്ക് ഇവിടുന്ന് പോവാം. മോനെ, നമുക്കെല്ലാം ശരിയാക്കാടാ പ്ലീസ്. എനിക്ക് അച്ഛനോട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ എത്ര നാളായി ഇതൊക്കെ നേരത്തെ ശരിയാക്കേണ്ടതായിരുന്നു. എന്താ അത് ചെയ്യാതിരുന്നത്? എനിക്ക് മതിയായി, ഞാൻ പോവാ. ഞാൻ ഇനി തിരിച്ചു വരുന്നില്ല. മാർക്ക് എന്നെ വിടാനല്ലേ പറഞ്ഞു. എനിക്കിത് കാണണം. എന്റെ അച്ഛനെ ഞാനിങ്ങനെ കണ്ടിട്ട് കുറെ നാളായി. മോനെ, നിന്റെ അനിയനെ എനിക്ക് നഷ്ടപ്പെട്ടു. അത് നിന്റെ തെറ്റാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നിന്നെ കൂടി നഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യ. എന്നെ വിട്ട് പോവല്ലേ പ്ലീസ്. സോറി അച്ഛൻ, എനിക്കിനി സഹിച്ച് ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഞാൻ പോവാ. അച്ഛനെ ഞാൻ മറക്കില്ല, പക്ഷെ എനിക്ക് പോയേ പറ്റൂ. അങ്ങനെ പറഞ്ഞ് മാർക്ക് ആ വീട്ടിൽ നിന്ന് പോവാണ്. ഇതൊക്കെ കണ്ട് സ്റ്റീവന് തല വേദനിക്കുന്ന പോലെ തോന്നി. പെട്ടെന്ന് മാർക്ക് വന്ന് സ്റ്റീവനെ അവിടുന്ന് തള്ളി മാറ്റുവാണ്. അവര് നേരെ പോയി വീഴുന്നത് ഒരു മരുഭൂമിയിലേക്കാണ്. മാർക്ക്, നീ എന്താ ചെയ്തേ? നീ എന്തിനാ എന്നെ തടയുന്നത്? ഇത്രയും രഹസ്യങ്ങൾ നിന്റെ ഉള്ളിലുണ്ടായിരുന്നു. ഇതൊക്കെയാണ് നീ മറച്ചു വെക്കാൻ ശ്രമിച്ചതല്ലേ? ഇപ്പൊ നമ്മൾ എവിടെയാ? അങ്ങനെ പറഞ്ഞ് സ്റ്റീവൻ ചുറ്റും നോക്കുവാണ്. ഇതൊരു മരുഭൂമി പോലത്തെ സ്ഥലമാണ്. അവിടെ കുറെ പേര് മരിച്ചു വീണ് കിടക്കുന്നുണ്ട്. അതായത് ആരോ കൊന്നു തള്ളിയിരിക്കുന്ന പോലെ. ഓക്കെ മാർക്ക്, എനിക്ക് മനസ്സിലായി. ഡോക്ടർ ഹാരോയുടെ ആളുകൾ പറഞ്ഞിരുന്നു നീ ഒരു വാടക കൊലയാളിയായിരുന്നെന്ന്. നീ മരുഭൂമി വെച്ച് ഒരു കൂട്ടം സയന്റിസ്റ്റുകളെ തലയുടെ പിന്നെ വെടിവെച്ച് കൊന്നിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു. അത് തന്നെയല്ലേ ഇത്? നീ അവർ പറഞ്ഞൊക്കെ വിശ്വസിച്ചു സ്റ്റീവൻ? എങ്ങനെ വിശ്വസിക്കാതിരിക്കും? നീ അങ്ങനെയുള്ളവനല്ലേ? നീ ഒരു കൊലയാളിയാണ് എന്ന കാര്യങ്ങൾ അങ്ങനെയല്ല സ്റ്റീവൻ. ഞാൻ മുന്നേ മിലിറ്ററിയിലായിരുന്നു. പക്ഷേ എനിക്ക് മൈൻഡിന് പ്രശ്നമുള്ള കാര്യം അറിയാലോ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്റെ മൈൻഡ് ഔട്ട് ആവുമ്പോൾ അതെന്തായാലും ആർമിയിലുള്ള ഒരു സമ്മതിക്കില്ല. അങ്ങനെ അവരെന്നെ പുറത്താക്കി. അത് കഴിഞ്ഞ് എനിക്ക് വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല ജീവിക്കാൻ. അപ്പോൾ എന്റെ ഒരു ഓഫീസറായിട്ടുള്ള മിസ്റ്റർ ബുഷ്മാൻ എന്നെ വിളിച്ചു. എനിക്കൊരു ജോലി തന്നു. ഈജിപ്തിലുള്ള ഒരു ശവകുടീരം റെയ്ഡ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അവിടെയുള്ള നിധിയൊക്കെ മോഷ്ടിക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് വന്നു. അപ്പോൾ അവിടെ കുറെ ആർക്കിയോളജിസ്റ്റുകളും സയന്റിസ്റ്റുകളും ഓൾറെഡി ഉണ്ടായിരുന്നു. ഞങ്ങൾ നിധി മോഷ്ടിക്കാൻ നോക്കുന്നവർ കണ്ടപ്പോ ബുഷ്മാന്റെ കൺട്രോൾ പോയി. അവൻ അവരെയൊക്കെ വെടിവെച്ച് കൊന്നുകളഞ്ഞു. ആ നിധിയൊക്കെ ഒറ്റയ്ക്ക് കൈക്കലാക്കാനായിരുന്നു അവന്റെ ആഗ്രഹം. ആ കൂട്ടത്തിൽ ഒരാളായിരുന്നു ലൈലയുടെ അച്ഛൻ മിസ്റ്റർ അബ്ദുള്ള എൽ ഫോളി. ഞാൻ എല്ലാവരും രക്ഷിക്കാൻ ശ്രമിച്ചതാ, പക്ഷെ എനിക്ക് പറ്റിയില്ല. അതിനിടയ്ക്ക് ബുഷ്മാൻ എന്നെയും വെടിവെച്ചു. അപ്പോൾ ഈ മരിച്ചു കിടക്കുന്നതാണോ ലൈലയുടെ അച്ഛനായിട്ടുള്ള അബ്ദുള്ള എൽ ഫോളി? എന്തായാലും അയാളെ കൊന്നത് നീയല്ലോ. ഞാനൊരു നിമിഷം അങ്ങനെ വിചാരിച്ചു പോയി. വെടി കൊണ്ടിട്ട് നിനക്കെന്ത് പറ്റി? റോഷ്മാനെ തടയാൻ എനിക്ക് പറ്റിയില്ല. അത് കഴിഞ്ഞ് ഞാൻ ബാക്കിയുള്ള ജീവൻ വെച്ച് പതുക്കെ ഈ മണ്ണിൽ കൂടെ എഴയാൻ തുടങ്ങി. അങ്ങനെ പതുക്കെ ഞാൻ അങ്ങോട്ട് പോയി. അവിടെ ദൂരെ കാണുന്ന ഖോൺഷുവിന്റെ ആരാധനാലയത്തിലേക്ക് മാർക്ക് സ്റ്റീവൻ അങ്ങോട്ട് ചെല്ലുന്നു. അവിടെ ബുഷ്മാന്റെ വെടിയേറ്റ് ആകെ മരിക്കാറായ മാർക്ക് സ്പെക്ടർ അവിടേക്ക് എഴിഞ്ഞെഴിഞ്ഞ് നീങ്ങുന്നതിന്റെ പാടുകൾ കാണാൻ പറ്റുന്നുണ്ട്. അവന്റെ രക്തവും അവിടേക്ക് വീണ് കിടക്കുന്നുണ്ട്. ആകെ അവശനായ മാർക്ക് സ്പെക്ടർ ഖോൺഷുവിന്റെ അമ്പലത്തേക്ക് എഴിഞ്ഞു കയറി ചെല്ലുന്നു. അവിടെ ഖോൺഷുവിന്റെ ഒരു പ്രതിമ ഇരിക്കുന്നുണ്ട്. ഇതൊന്നും നേരത്തെ അറിഞ്ഞിട്ടല്ല മാർക്ക് അങ്ങോട്ട് ചെല്ലുന്നത്. ആ പ്രതിമയുടെ മുന്നിൽ വെച്ച് മാർക്ക് സ്പെക്ടർ സ്വയം വെടിവെച്ച് മരിക്കാൻ വേണ്ടി തോക്ക് അവന്റെ തലയിലേക്ക് ചൂണ്ടുവാണ്. എന്തായാലും താൻ കുറച്ചു കഴിഞ്ഞ് മരിക്കുമെന്ന് മാർക്കിന് മനസ്സിലായി. അതുകൊണ്ടാണ് അതിനു മുന്നേ തന്നെ സ്വയം എല്ലാം അവസാനിപ്പിക്കാമെന്ന് മാർക്ക് തീരുമാനിക്കുന്നത്. ചെറുപ്പം മുതൽ ഇന്നുവരെയുള്ള ജീവിതം മാർക്കിനെ സംബന്ധിച്ച് വളരെ വേദനയുള്ളതായിരുന്നു. ഇപ്പൊ അതിൽ നിന്നൊക്കെ ഒരു മോചനം നേടാൻ സമയം വന്നിരിക്കുവാണ്. സ്വയം വെടിവെച്ച് മരിക്കാൻ ഒരുങ്ങുന്ന മാർക്കിന് ഒരു പ്രത്യേക ശബ്ദം കേൾക്കുവാണ്. എന്തിനാണ് ജീവിതം ഇങ്ങനെ പാഴാക്കുന്നത്? ആരാ സംസാരിക്കുന്നത്? മാർക്ക് വളരെ ആശ്ചര്യത്തോടെ ചുറ്റും നോക്കി. ആ ശബ്ദം എവിടുന്നാണ് വരുന്നതെന്ന് അവൻ അറിയുന്നില്ല. അത് ഖോൺഷു ആയിരുന്നു. തന്റെ മുന്നിൽ വെച്ച് സ്വയം മരിക്കാൻ പോകുന്ന മാർക്കിൽ ഖോൺഷു ഒരു അവതാരത്തിനെയാണ് കാണുന്നത്. തനിക്ക് അവതാരമാക്കാൻ പറ്റിയ ഒരാളാണ് തന്റെ മുന്നിൽ കിടന്ന് സ്വയം മരിക്കാൻ പോകുന്നതെന്ന് ഖോൺഷു മനസ്സിലാക്കി. എനിക്ക് നിന്റെ ഉള്ളിലുള്ള വേദന അറിയാൻ സാധിക്കുന്നു. ഈ പ്രതിമയാണ് എന്നോട് സംസാരിക്കുന്നത്. വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാനാണ് ഖോൺഷു, രാത്രിയിലെ ആകാശത്തിന്റെയും ചന്ദ്രന്റെയും ദേവൻ. എനിക്കൊരു പോരാളിയെ ആവശ്യമുണ്ട്. ഞാൻ പറയുന്ന എന്ത് ചെയ്യാനും തയ്യാറാകുന്ന ഒരുത്തനെ. ഓക്കെ, ഗുഡ് ലക്ക്. നീ വിചാരിച്ച പോലെ ഒരു പോരാളിയെ നിനക്ക് കിട്ടട്ടെ. ലോകത്തിന് മുന്നിലേക്കുള്ള എന്റെ കണ്ണുകളാവാനും എന്റെ പ്രതികാരം തീർക്കാനും
നടപ്പിലാക്കുന്ന കൈകളാവാനും തെറ്റ് ചെയ്യുന്നവർക്ക് നേരെ ഞാൻ ചെയ്യുന്ന പ്രഹരമാവാനും എന്റെ വിധി നടപ്പിലാക്കാനും എനിക്കിപ്പോൾ ആവശ്യമുള്ള എന്റെ പോരാളി നീയാണെന്ന് ഞാൻ കരുതുന്നു. എന്റെ ശക്തികൾ ഞാൻ നിന്നിലേക്ക് പകർന്നു കഴിഞ്ഞാൽ ലോകത്തിൽ സംഭവിക്കുന്ന തിന്മയെ എതിർക്കാൻ നമ്മൾക്ക് ഒരുമിച്ച് പോരാടാം. നിനക്ക് എന്താണ് വേണ്ടത്? നിനക്ക് എവിടെ കിടന്ന് വെറുതെ മരിക്കണം, അതോ നിനക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരണം? എനിക്കറിയില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. എന്റെ ജീവിതത്തിലെ വേദന മാത്രമേ ഉള്ളൂ. ഇത് അവസാനിപ്പിക്കുന്ന നല്ലത്. എനിക്ക് മനസ്സിലായി മാർക്ക് സ്പെക്ടർ. നിന്റെ മനസ്സിന് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു ഉടഞ്ഞു പോയ മനസ്സാണ് നിന്റേത്. പക്ഷെ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എന്റെ അവതാരമാകാൻ യോജിച്ച ആള് തന്നെയാണ് നീ. ലക്ഷ്യമില്ലാത്ത നിനക്ക് ഞാൻ പുതിയൊരു ലക്ഷ്യം തരാം. നിനക്ക് ഞാൻ നിന്റെ ജീവൻ തിരിച്ചു തരാം. അതിനു പകരം നീ എന്നെ സേവിക്കണം. എന്റെ വിധി നടപ്പിലാക്കുന്ന എന്റെ അവതാരമായി നീ മാറണം. നിനക്ക് തിരിച്ചു തരാൻ പോകുന്ന ജീവിതത്തിന് പകരമായി ഞാൻ ചോദിക്കുന്നത് അതാണ്. സമ്മതമാണോ നിനക്ക്? നീ എന്റെ അവതാരമാകുമെന്നും രാത്രി യാത്രക്കാരെയും പാവങ്ങളെയും തെറ്റ് ചെയ്യുന്നവരിൽ നിന്ന് സംരക്ഷിക്കുമെന്നും ആ തെറ്റ് ചെയ്യുന്നവരെ എന്റെ പ്രതികാരത്തിന്റെ കൈകളായി ഞാൻ പറയുന്നത് പോലെ കൊന്നു തള്ളുമെന്നും നീ എനിക്ക് വാക്ക് തരണം. മാർക്ക്, അവ എങ്ങനെയാണ് കോൺസ് നിന്നെ അവതാരമാക്കിയതല്ലേ? അവൻ നിന്നെ മുതലെടുക്കാൻ നോക്കുക. അവൻ കാര്യങ്ങൾ പറഞ്ഞ് നിന്നെ മയക്കുവാണ്. നിന്നെ അവൻ ഉപയോഗിക്കാനും ശ്രമിക്കുന്നത്. പക്ഷേ നമ്മൾ ഇത്രയും നാൾ ജീവനോട് ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഖോൻഷു ആണ്. മരിക്കാറായി എനിക്ക് ജീവൻ തിരിച്ചു തന്നത് ഖോൻഷു ആണ്. എന്നെ ഒരു കൊലയാളിയാക്കിയത് ഖോൻഷു അല്ല. അല്ലെങ്കിൽ ഞാനൊരു വാടക കൊലയാളിയായിരുന്നു, ഒരു മെഴ്സണറി. അതാണ് എന്നെ മരണത്തിന്റെ വക്കിൽ വരെ എത്തിച്ചത്. പക്ഷേ ഖോൻഷു എനിക്കൊരു ലക്ഷ്യം തന്നു. തെറ്റ് ചെയ്യുന്നവരെ കൊല്ലുക, അവന്റെ വിധി നടപ്പിലാക്കുക. ഞാനത് ഏറ്റെടുത്തു. പിന്നീട് അത് എനിക്കൊരു ശാപം പോലെ തോന്നിയെങ്കിലും ആ സമയത്ത് ഞാൻ അങ്ങനെ ചെയ്തു. സ്റ്റീവൻ, മാർക്ക് സ്പെക്ടർ, നിന്നോട് ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുന്നു. അതെ, ഞാൻ തയ്യാറാണ്. ഞാൻ സമ്മതിക്കുന്നു. Then rise, Mark Spector. Rise and live again. വീണ്ടും ജീവിക്കാൻ വേണ്ടി നീ ഉയർത്തെഴുന്നേൽക്ക്. എന്റെ പ്രതികാരത്തിന്റെ കൈകളാവാൻ, ഈ ചന്ദ്രദേവന്റെ സ്വന്തം പോരാളിയാവാൻ, എന്റെ മൂൺ നൈറ്റ് ആവാൻ നീ ഉയർത്തെഴുന്നേൽക്ക്. ഈ സമയത്താണ് മാർക്ക് ഖോൻഷുവിന്റെ അവതാരമായിട്ട് മാറുന്നത്. മാർക്കിന്റെ ജീവൻ ഖോൻഷു തിരിച്ചു കൊടുക്കുന്നു. അതിനു പകരമായി ഖോൻഷുവിനെ മാർക്ക് മൂൺ നൈറ്റായി സേവിക്കുന്നു. ഈ കാര്യമൊക്കെ സ്റ്റീവൻ എപ്പോഴാണ് അറിയുന്നത്. അങ്ങനെ വീണ്ടും ചില രഹസ്യങ്ങൾ അറിയുന്നതോടെ അവരുടെ ത്രാസ് വീണ്ടും ബാലൻസ് ആവുന്നുണ്ട്. തൊട്ടടുത്തുള്ള വാതിലിക്കൂടെ അവർ വീണ്ടും കപ്പലിലേക്കാണ് വരുന്നത്, ടെവരറ്റിന്റെ അടുത്തേക്ക്. ഇനി എന്താണ് സംഭവിക്കുക? ഇവരുടെ ഹാർട്ട് കംപ്ലീറ്റ് ആയോ? എല്ലാ രഹസ്യങ്ങളും ഇവർ പരസ്പരം അറിഞ്ഞു കഴിഞ്ഞു? അവരുടെ ഹൃദയം വെച്ചിരിക്കുന്ന ത്രാസ് തുല്യമായോ? അത് ബാലൻസ് ആയോ? അങ്ങനെയാണെങ്കിൽ ടെവരറ്റ് ഇവരെ കൊണ്ട് സ്വർഗത്തിലേക്ക് പോവോ? അതോ ഇവർ രണ്ടുപേരും ഈ മരുഭൂമിയിലെ നരകത്തിൽ പെട്ടുകിടക്കൂ? അതോ ലൈലയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അമിത്തിനെയും ഹാരോയും തടയാൻ വേണ്ടി ഇവർ തിരിച്ച് ജീവിതത്തിലേക്ക് പോവോ? ഇനി അതൊന്നും അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ കാണുന്നതൊക്കെ ഡോക്ടർ ഹാരോയുടെ മെന്റൽ ഹോസ്പിറ്റലിൽ അദ്ദേഹത്തിന് മുന്നിലിരിക്കുന്ന മനോരോഗിയായിട്ടുള്ള മാർക്ക് സ്പെക്ടറിന്റെ വെറും ഇമാജിനേഷൻ അല്ലെങ്കിൽ തോന്നൽ മാത്രമാണ്. എന്തായാലും അതൊക്കെ അറിയാനും എപ്പിസോഡ് 5ലെയും ഇതുവരെയുള്ള എപ്പിസോഡുകളിലെയും പല ഡീറ്റെയിൽസ് മനസ്സിലാക്കാനും മാർക്ക് സ്പെക്ടറിന് ഇതുവരെയുള്ള ജീവിതം ഓർഡറിൽ അറിയാനും വേണ്ടി അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കൂ. അതെന്തായാലും നാളെ തന്നെ വരും. നാളെ വീഡിയോ ഇടുകയാണെങ്കിൽ എന്തായാലും തുടക്കത്തിൽ റീക്യാപ്പ് പറയില്ല. ഇന്ന് കണ്ട സ്റ്റോറി എന്തായാലും നിങ്ങൾക്ക് നാളെ ഓർമ്മയുണ്ടാവുമല്ലോ. സോ വൺസ് അഗൈൻ, ഇറ്റ്സ് മീ അമിത്, സൈനിങ് ഔട്ട്.